السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 188 കവർ ചെയ്തത് അല്ലേ. ഇന്ന് നമുക്ക് 189 190 ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ജസ്റ്റ് മീനിങ് വരെ നമുക്ക് നോക്കാം. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പം 189 ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് വലൈസൽ ബിർറു ബിഅൻ തഅതു അൽ ബുയൂത മിൻ ദുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നബിയെ, നിന്നോടവർ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്. പ്രത്യുത ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. വാക്കർത്ഥം നോക്കാം. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കും. സുആൽ, സീൻ ഹംസ ലാം. അനിൽ അഹില്ല, അഹില്ല ഹ ലാം ലാം ഹിലാൽ, ഓക്കെ, മാസപ്പിറവികളെ പറ്റി. അൻ എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് എന്നുള്ളത്. അനിൽ അഹില്ല. കുൽ, നീ പറയുക. ഹിയ, അവ. മവാഖീതു, സമയനിർണയങ്ങൾ. വാവ് ഖാഫ് ത, റൂട്ട്. ലിന്നാസി, മനുഷ്യർക്ക്. ലി പ്ലസ് അന്നാസ്, ലിന്നാസി, മനുഷ്യർക്ക്. വൽ ഹജ്ജി, ഹജ്ജിന്. ഹ ജീം ജീം. വലൈസൽ ബിർറു, പുണ്യം അല്ല. ലൈസൽ ബിർറു, പുണ്യമല്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ, ബറോറോ. ബി അൻ തഅതു, നിങ്ങൾ ചെല്ലുന്നത്, നിങ്ങൾ വരുന്നത്. ഹംസ ത യ. അൽ ബുയൂത്, വീടുകളിലേക്ക്. ബ യ ത. മിൻ ദുഹൂരിഹ, അവയുടെ പിൻവശങ്ങളിലൂടെ. ദോ ഹ റോ. വലാകിന്ന, എന്നാൽ. അൽ ബിർറ, പുണ്യവാൻ. മനിത്തഖ, തഖ്വയുള്ളവൻ. വാഖഫ് യ, വിഖായ, തഖ്വ. വഅതു, നിങ്ങൾ ചെല്ലുവിൻ. ഹംസതായ. അൽ ബുയൂത്, വീടുകളിലേക്ക്. ബായാത. മിൻ അബ്വാബിഹ, അവയുടെ വാതിലുകളിലൂടെ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടുകയും ചെയ്യുക. ഇവിടെ അർത്ഥം മിസ്സിംഗ് ആണ്. ലഅല്ലകും, നിങ്ങളായേക്കാൻ. തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുക. ഫ ലാം ഹ, ഓക്കെ, തുഫ്ലിഹൂൻ. തഫ്സീർ നോക്കാം. യസ്അലൂനക അനിൽ അഹില്ല, അവര് നിന്നോട് ചോദിക്കും. ആരാണ്? അഹില്ല, ഹിലാലുകളെ കുറിച്ചല്ലേ, പുതിയ ചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രക്കലയെ കുറിച്ച് ചോദിക്കും. ആരോട് ചോദിക്കും എന്നാണ് പറയുന്നത്? ആളുകൾ, അതായത് സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. യസ്അലൂനക, സുആൽ, സീൻ ഹംസ ലാം, ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെ, ചോദ്യം ചോദിക്കുകയാണ്. സുആൽ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം പല കാരണങ്ങളാലാവാം. നമ്മൾ ചോദിക്കുന്ന ആൾക്ക് എത്രത്തോളം വിവരമുണ്ട്, അതായത് ആരോടാണോ ചോദിക്കുന്നത് അയാൾക്ക് എത്ര വിവരം ഉണ്ടെന്ന് അളക്കാനാവാം. അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനാവാം അല്ലേ. അല്ലെങ്കിൽ ആ ചോദിച്ചിട്ട് ആ ഒരു അറിവ് നേടാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ മെച്ചപ്പെടുത്താനാവാം. പല രീതിയിൽ ആവാം. അതായത് ആത്മാർത്ഥമായ ചോദ്യങ്ങളും ഉണ്ടാവാം, ഇൻസിൻസിയർ ആയിട്ട് അല്ലെ, വെറുതെ ആളെ ഇടങ്ങേറാക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. അപ്പം ഈ യസ്അലൂനക എന്നുള്ള വാക്ക് ഖുർആനിൽ പലയിടങ്ങളിൽ കാണാം. അതിന്റെ അവിടെ റെഫർ ചെയ്യുന്നത് സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ്.
അപ്പം അത് തന്നെ കാണിക്കുന്നുണ്ട് അവരെത്രത്തോളം അല്ലെ അറിയാൻ വേണ്ടി എത്രത്തോളം ക്യൂരിയോസിറ്റി ഉള്ള ആകാംക്ഷയുള്ള ആളുകളായിരുന്നു. അവർക്ക് ദീനിനെ കുറിച്ചുള്ള അവരുടെ അറിവ് ഡെവലപ്പ് ചെയ്യാൻ എത്രത്തോളം അവര് ശ്രദ്ധിച്ചിരുന്നു അല്ലെ. അവര് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അവരെത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നു. അതും അവരുടെ ഓരോരുത്തരുടെയും കഴിവിന്റെ ബെസ്റ്റ് കപ്പാസിറ്റിയിൽ ദീനിനെ മനസ്സിലാക്കിയ ആളുകളാണ് അവര്. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴായിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ യസ് അലൂനക അവരെ ചോദിക്കുകയാണ് എന്തിനെ പറ്റി? അനിൽ അഹില്ല, ചന്ദ്രക്കലയെ പറ്റി, അല്ലെങ്കിൽ ഒരു പുതിയ ചന്ദ്രനെ അല്ലെ, മാസപ്പിറവി കാണുന്ന ചന്ദ്രനെ പറ്റി. അൽ അഹില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാൽ എന്ന വാക്കിന്റെ പ്ലൂറലാണ്. ഹിലാൽ ലാം അല്ലെ, ചന്ദ്രക്കല, ക്രസന്റ് എന്ന് നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, പുതിയ ചന്ദ്രൻ. നമുക്കറിയാം ചന്ദ്രന്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് അല്ലെ. ചന്ദ്രൻ എങ്ങനെയാണ്? ആദ്യം ആ ഒരു ചെറിയ വര പോലെ ചന്ദ്രക്കലയായിട്ട് വളരെ തിന്നായിട്ട് അങ്ങനെ ദിവസം ചെല്ലുന്തോറും അല്ലെ, മാസത്തിലെ ദിവസങ്ങൾ ഇങ്ങനെ കൂടുന്തോറും അതിങ്ങനെ മെല്ലെ വലുതായി മന്ത് മിഡിൽ ആവുമ്പം അല്ലെ 13, 14, 15 ആവുമ്പോഴേക്ക് ഫുൾ ആവും അല്ലെ. ആ 3 വൈറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് അയ്യാമുൽ ബൈദ് അല്ലെ, വൈറ്റ് ഡേയ്സ്, വെളുത്ത ദിവസങ്ങൾ. അപ്പം മൂൺ ഫുള്ളായിരിക്കും അല്ലെ, അന്നത്തെ ദിവസങ്ങളിൽ ചന്ദ്രൻ ഫുള്ളായിരിക്കും. പിന്നെ എഗെയിൻ അതിങ്ങനെ കുറഞ്ഞ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിത്തീരും. അപ്പം അതാണ് ചന്ദ്രന്റെ ഒരു പ്രോസസ്സ് നമുക്കറിയാം. അപ്പം സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചന്ദ്രനെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രകലയെ കുറിച്ച് ചോദിക്കുന്നു എന്ന് ആണ് പറയുന്നത്. ഇനി ഹിലാലിനെ കുറിച്ച് പറയുമ്പം ഹിലാൽ എന്ന് പറയുന്ന വാക്കിന്റെ അക്ഷരാർത്ഥത്തില് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽ ഇസ്തിഹ്ലാൽ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അൽ ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ റഫ് സൗത്ത്, അതായത് റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തുക, സൗത്ത് ഒരു ശബ്ദം. അപ്പം ഒരാളുടെ ശബ്ദം ഉയർത്തുക എന്നാണ് ഇസ്തിഹ്ലാൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇതേ റൂട്ടിൽ നിന്നാണ് ഇസ്തഹല്ലൽ മൗലൂദ് എന്നുള്ള വാക്കും വന്നിട്ടുള്ളത്. ഓക്കെ, ഇസ്തഹല്ലൽ മൗലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ അതിന്റെ ശബ്ദം ഉയർത്തുക. സുബ്ഹാനല്ലാഹ് അല്ലെ, എങ്ങനെ കുട്ടി ജനിച്ച ഉടനെ അതിന്റെ ശബ്ദം ഉയർത്തുക? കരയും. ജനിച്ച ഉടനെയുള്ള കുട്ടി കരഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? കുട്ടിക്ക് ജീവൻ ഉണ്ടെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. കരഞ്ഞിട്ടില്ലെങ്കിൽ ചാപിള്ളയാണെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഇസ്തഹല്ലൽ മൗലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ കുട്ടി ആ ശബ്ദം ഉയർത്തുക അല്ലെങ്കിൽ കരയാം. ഇസ്തിഹ്ലാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു റഫ് സൗത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ചന്ദ്രകലയെ ഹിലാൽ എന്ന് പറയാൻ കാരണം? ഈ ഒരു റൂട്ടിൽ നിന്ന് വന്നത്. കാരണം നമുക്കറിയാം ഈ ചന്ദ്രക്കല കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാല് ആളുകൾ അവരുടെ ശബ്ദം ഉയർത്തും അല്ലെ. എങ്ങനെയാ ഉയർത്തുക? ആളുകൾ അനൗൺസ് ചെയ്യും. മാസം കണ്ടാൽ അനൗൺസ്മെന്റ് വരൂലേ. നമുക്ക് സുബ്ഹാനല്ലാഹ് പല രീതിയിൽ അല്ലെ. പണ്ട് ഒരു പക്ഷെ അത് ശബ്ദമുയർത്തി അറിയിക്കലായിരിക്കാം. ഇപ്പൊ നമുക്ക് ഒരുപാട് മീഡിയാസ് അല്ലെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതുവഴി നമുക്ക് ശബ്ദമുയർത്തപ്പെടുന്നുണ്ട് പുതിയ മാസം വരുമ്പോൾ. സുബ്ഹാനല്ലാഹ്, നമ്മളും ശബ്ദം ഉയർത്തുന്നുണ്ട് അല്ലെ. നമ്മൾ ഓരോരുത്തരും അറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട്. ഇപ്പം മടിയായതുകൊണ്ട് ടെക്സ്റ്റിൽ ഫോർവേഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു വാട്സപ്പ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലം വരെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോൺ എടുത്ത് വിളിച്ച് പറയും അല്ലെ. അതിനു മുമ്പാണെങ്കിൽ ഒരുപക്ഷെ പോയിട്ട് പറയും. അപ്പം അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. അത് മാസപ്പിറവി കണ്ട ഉടനെ അത് എന്താക്കും? നമ്മൾ സൗത്തിലെ ശബ്ദം ഉയർത്തുന്നുണ്ട്, അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. സുനൻ ഇബ്നു മാജയിൽ വന്ന ഒരു സ്വഹീഹായ ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നുണ്ട്: അതാനി ജിബ്രീലു ഫഅമറനി അൻ ആമുറ അസ്ഹാബി അൻ യർഫഉ അസ്വാതഹും ബിൽ ഇഹ്ലാൽ. ഇതേ ആയത്ത് തന്നെ ബിൽ ഇഹ്ലാൽ എന്ന് പറഞ്ഞിട്ട് അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് അതിന്റെ കൂടെ തഹ്ലീൽ അല്ലെങ്കിൽ തൽബിയ എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം ജിബ്രീൽ അലൈഹിസ്ലാം എന്നിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, സഹാബാക്കളുടെ അടുത്ത് നീ പറയ് എന്താക്കാൻ വേണ്ടിയിട്ട്? അയ്യർഫഉ അസ്വാതഹും, അവരുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി. ബിൽ ഇഹ്ലാൽ, എന്ത് കാണുമ്പം? ഹിലാൽ കാണുമ്പം. അപ്പൊ അവര് ചന്ദ്രകലയെ കാണുമ്പം അവരെ ശബ്ദം ഉയർത്തട്ടെ, അവരത് അനൗൺസ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ചും ഹജ്ജിന്റെ മാസം വരുമ്പം അല്ലെ, അവര് തൽബിയ കൊണ്ട്, അല്ലാഹു അക്ബർ, തൽബിയ കൊണ്ട് അത് അവര് അനൗൺസ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ യസ്അലൂനക അനിൽ അഹില്ല, അവര് നിന്റെ അടുത്ത് അഹില്ലയെ കുറിച്ച്, ഹിലാലിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്തായിരിക്കാം സ്വഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹിലാലിനെ കുറിച്ച്, ഈ പുതു ചന്ദ്രനെ കുറിച്ച്, ക്രസന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവാം? എന്താണ് ഇത്ര വലിയ കാര്യം അല്ലെ? ഈ ചന്ദ്രന്റെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് എന്താ ഇതിന്റെ പ്രാധാന്യം?
എന്തിനാണ് നമ്മൾ ഈ മാസം മാസം ഇങ്ങനെ ചന്ദ്രനെ കാണുന്നത്, ചന്ദ്രക്കല കാണുന്നത്, നമ്മൾ തപ്പി നടക്കുന്നത്? ഇത് നമ്മുടെ ദീനിൽ ഇതിനെന്താ ഇത്ര വലിയ പ്രാധാന്യം അല്ലെ? എല്ലാം ചോദിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഇതൊക്കെ അല്ലെ? നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ മണ്ണിട്ട് മൂടിയ അതങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് മണ്ണിട്ട് മൂടിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇനി അവർ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഇങ്ങനെ സൈസ് കൂടി 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 പോകുന്നത്, എന്നിട്ട് പിന്നെ അതിന്റെ സൈസ് കുറയുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് ചന്ദ്രനെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? കാരണം സൂര്യനെ നോക്കുമ്പോൾ മൂപ്പർ എപ്പോഴും ഫുൾ ആണല്ലോ അല്ലെ? ഫുൾ റൗണ്ട് ആയിട്ടാണ് മൂപ്പർ നിൽക്കുന്നത്. പക്ഷെ ചന്ദ്രനെ നോക്കുമ്പോൾ ഓരോ മാസവും മൂപ്പർ ഈ ഒരു പ്രോസസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ? ആദ്യം ചെറുതാവും, പിന്നെ വലുതാവും, ഫുള്ളാവും, പിന്നെ റെഡ്യൂസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മൂപ്പർ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സൂറത്ത് യാസീനിലെ 39-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനെ നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, അങ്ങനെ അത് പഴയ ഈന്തപ്പഴ കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആളുകള് ചിന്തിക്കുകയാണ്, ഇതിപ്പോ എന്താ സംഭവം അല്ലെ? എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഇങ്ങനെ ആയിത്തീരുന്നത്? നമുക്കറിയാം അറബികള് അവര് ഈ ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പം അധികവും അവരുടെ യാത്രകള് രാത്രികളിലായിരിക്കും. കാരണം രാത്രിയിൽ അവര് കുറച്ചൊരു കൂളായിരിക്കും അല്ലെ. അതുകൊണ്ട് അവർ രാത്രി യാത്ര ചെയ്യും. അവരുടെ ഈവൻ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗെദറോ അങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അധികം അവരത് രാത്രിയാ വെക്കുക. കാരണം പകലെന്ന് പറയുന്നത് ഭയങ്കര ചൂടാ. അവർക്ക് പുറത്തിറങ്ങി അല്ലെ ഒന്ന് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അവരൊരു ഫംഗ്ഷൻ വെക്കുക, ആളുകൾ ഒന്നിച്ച് ചേരുന്ന ഒരു തമാശക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്നിച്ച് നമ്മൾ ഇന്നത്തെ പറയുന്ന പോലെ പാർട്ടി, മീറ്റിംഗ്, സൽക്കാരം, ഗെറ്റ് ടുഗെദർ അതൊക്കെ അവർ വെക്കുക രാത്രികളിലാണ്. ഇപ്പോഴും നമുക്കറിയാം അറബികളിലെ അറേബ്യൻ സംസ്കാരം നമുക്കറിയാം, അവർ രാത്രികളിൽ കൂടുതൽ പുറത്തിറങ്ങുന്ന ആളുകളാണ്. കാരണം പകൽ അവർക്ക് എക്സ്ട്രീംലി ഹോട്ടാണ് അല്ലെ, എക്സ്ട്രീംലി ഹോട്ട്. അതുകൊണ്ട് അവർക്ക് പുറത്തു പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഇങ്ങനെ പുറത്തു പോകുന്ന ആളുകളായതുകൊണ്ട് അവര് ചന്ദ്രനെ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മൾ അധികം വീട്ടിനകത്ത് തന്നെയല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം വീട്ടിനകത്ത് അല്ലെ, വീടല്ലെങ്കിലും സുബ്ഹാനല്ലാഹ് നമ്മൾ ഇൻഡോഴ്സിൽ, അതായത് അകത്ത് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഈവൻ നമ്മുടെ യാത്രകൾ പോലും നമ്മൾ പുറത്തു കൂടെയാണ് പോണെങ്കിലും നമ്മൾ കവേർഡ് ആയിട്ടാ പോണത്. അവർ യാത്ര ചെയ്യുന്ന പോലെയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഓപ്പൺ ആകാശം അധികം കാണാറില്ല യാത്ര ചെയ്യുമ്പോൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചന്ദ്രനെ ശ്രദ്ധിക്കുന്നത്, കാണുന്നത്, അതായത് ചിലരുണ്ടാവും കേട്ടോ മാഷാ അല്ലാഹ്, പ്രകൃതിയെയും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും ഒക്കെ പ്രത്യേകം നിരീക്ഷിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ ഇപ്പൊ അതൊക്കെ തുടങ്ങിയ ആൾക്കാരാ അല്ലെ. മുമ്പൊന്നും ആ ഭാഗത്തേക്ക് നോക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് റംസാൻ വരുമ്പോഴും പോകുമ്പോഴും ആണ് അല്ലെ. മാസം പറഞ്ഞോ, റംസാനായോ ഷവാലായോ, അല്ലെങ്കിൽ ആര് മൈൻഡ് ചെയ്യുന്നു? സുബ്ഹാനല്ലാഹ്. ഈവൻ അയ്യാമുൽ ബീദ് നമ്മൾ 13, 14, 15 നോമ്പുകൾ എടുക്കുന്നവർ പോലും നമ്മൾ അപ്പൊ ചന്ദ്രൻ പിറക്കുന്നോ നോക്കിയിട്ടല്ല അല്ലെ, നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മീഡിയ വഴി ന്യൂസ് കിട്ടുന്നത് കൊണ്ട് അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കറക്റ്റ് ചന്ദ്രൻ വരുന്നോ എന്ന് നോക്കിയിട്ടൊന്നും ചെയ്യുന്ന ആളുകളല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് ദിവസവും കാണുന്ന ഒരു സംഭവമാണ് ഇത് ചന്ദ്രൻ. അവര് പുറത്തിറങ്ങുമ്പോഴൊക്കെ രാത്രിയാണ് അവർ കൂടുതൽ പുറത്തിറങ്ങുന്നത്, അപ്പോഴൊക്കെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ച് തദബ്ബുർ ചെയ്ത ആളുകളായിരിക്കാം അല്ലെ. അതുകൊണ്ട് അവർക്ക് അതിന്റെ ഹിക്മ എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ആക്കിയത് ചന്ദ്രനെ? സോ യസ്അലൂനക അനിൽ അഹില്ല. മാത്രമല്ല വേറെയും ഒരു റീസൺ ഉണ്ട്. കാരണം അറബികളുടെ ഇടയിൽ ചന്ദ്രനെ സംബന്ധിച്ച് ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ്, അതായത് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ചന്ദ്രൻ ഫുള്ളായിരിക്കുമ്പം ചന്ദ്രന്റെ ഇങ്ങനെ കുഞ്ഞു വലുതായി വരുന്നത്, അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അറബികളുടെ ഇടയിൽ മാത്രമല്ല ഇന്നും ഉണ്ട്. പല സമൂഹങ്ങളിലും പല വിശ്വാസങ്ങളിലും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ വെറുതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണും. ഇപ്പൊ എനിക്കൊന്ന് നമ്മളുടെയൊക്കെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഈ ഗ്രഹണം പോലെയുള്ള കാര്യങ്ങൾ, ചന്ദ്രഗ്രഹണം ഒക്കെ ആവുമ്പോൾ അത് ചന്ദ്രന് സംഭവിക്കുന്ന എന്തോ ഒരു അത്യാപത്താണ്, അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഗ്രഹണമുള്ള മാസങ്ങളിൽ ആ മാസം മൊത്തത്തിൽ അവർ കല്യാണം പോലും വെക്കൂല. അങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, ഗ്രഹണമാസം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പലരുടെ ഇടയിലും, ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കാം. ഏത് സമൂഹത്തിലാണെന്നറിയില്ല, ഞാൻ കേട്ട ഒരു സംഭവമാണ്.
ഒരു സമൂഹത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടെ പൈസ, ധാരാളം പൈസ ഉണ്ടാവണം, സമ്പത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ ചന്ദ്രൻ മാസപ്പിറവി കാണുമ്പം അവര് ഒരു കോയിൻ എടുത്ത് ചന്ദ്രന്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ എറിയും പോലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ വിശ്വാസം ഇത് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വലുതായി ഫുൾ ആയി വരുമ്പോഴേക്ക് അവരുടെ പൈസയും അതിനനുസരിച്ച് വളരും എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലത്തെ കുറെ അന്ധവിശ്വാസങ്ങളും പല സമൂഹങ്ങളിലും ഉണ്ട് അല്ലെ. അതേപോലെ അവരുടെ ഇടയിലും അറബികളുടെ ഇടയിലും ഇതുപോലെ കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം സഹാബാക്കള് അവർ വളരെ സിമ്പിളാണ്, അവർക്ക് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവര് എന്താണ് ഞങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടി അതും അവര് ചോദിച്ചിട്ടുണ്ടാവാം. എന്താണ് ഈ ചന്ദ്രന്റെ സംഭവം എന്ന്, എന്താണ് ഇതിന്റെ പിന്നിലെ ഹിക്മ എന്ന്. അപ്പൊ യസ്അലൂനക അനിൽ അഹില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുൽ, നീ അവരോട് പറയും, ആൾക്കാരോട് പറയും, ഹിയ, അത്, അതായത് ഈ അഹില്ല, അഹില്ല ഹിലാലുകൾ, ഓക്കെ, മാസപ്പിറവികൾ ആണ്, ഓക്കെ, പ്ലൂറൽ ആണ്. ഹിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഹുവ എന്ന് പറയുന്ന അവൻ എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ്, അവൾ എന്നുള്ള വാക്കാണ് ഹിയ. ഇവിടെ എന്തുകൊണ്ട് ഹിയ യൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ അഹില്ല എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അറബിയിൽ പ്ലൂറലുകൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകവചന, സ്ത്രീലിംഗ, ഏകവചന സർവനാമങ്ങൾ, ഒക്കെ ബമീറുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഹില്ലയ്ക്ക് ഹിയ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അവരെടുത്ത് നീ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ എന്താണ്, ഹിയ മവാഖീതു ലിന്നാസ്, മവാഖീതു ലിന്നാസ്, അത് ആളുകളുടെ അടുത്ത് സമയം പറയാനുള്ള ഒരു ഉപാധിയാണ്. ലിന്നാസ്, ആൾക്കാരുടെ അടുത്ത്, ആളുകൾക്ക്. ഓക്കെ, മവാഖീത്ത് എന്ന് പറയുന്ന വാക്ക് മീഖാത്തിന്റെ പ്ലൂറൽ ആണ്. മീഖാത്ത് അല്ലെങ്കിൽ മവാഖീത്ത് എന്ന് പറയുന്നതിന്റെ റൂട്ട് വാവ് ഖാഫ് ത. മീഖാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വക്ത് നിശ്ചയിക്കുന്ന ഒരു ടൂള്, ഓക്കെ, വക്ത് നിശ്ചയിക്കുന്ന ഒരു ഉപാധി, സുബ്ഹാനല്ലാഹ്, സമയം നിശ്ചയിക്കുന്ന ഒരു ഉപാധി. നമുക്കറിയാം മിഫ്താഹ് ഏകദേശം ഇതേ പാറ്റേണിലുള്ള ഒരു ഇസ്മാണ്. നമ്മൾ ഫഅലുകളിൽ നിന്ന് ഇസ്മുകൾ ഉണ്ടാക്കുന്ന, ഇതിനു മുമ്പ് നമ്മൾ ഉദാഹരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിഫ്താഹ് എന്ന് പറയുന്നത് ഫതഹ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മിഫ്താഹ്. ഫതഹ എന്താ, തുറക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്, താക്കോലിന് മിഫ്താഹ് എന്ന് പറയും. അതുപോലെ മീഖാത്ത് എന്ന് പറയുന്നത് വഖത്ത് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. മീഖാത്തിന് മറ്റൊരർത്ഥം നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരർത്ഥമുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു പ്രത്യേക ആക്ഷൻ, ഒരു പ്രത്യേക പ്രവൃത്തി സംഭവിക്കുന്ന സ്ഥലത്തിനും മീഖാത്ത് എന്ന് പറയും അല്ലെ. മീഖാത്തിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ചന്ദ്രന്റെ പല പല ഘട്ടങ്ങള്, സുബ്ഹാനല്ലാഹ്, ഓരോ ഫേസസ് നോക്കിയിട്ട് ആളുകളെടുത്ത് സമയം പറയാനുള്ള ഒരു ഉപാധിയാണെന്ന് നീ പറഞ്ഞു കൊടുക്കണം. അന്നാസ്, ആൾക്കാർക്ക് അല്ലെ. മാത്രമല്ല കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഹജ്ജിന്റെ സമയം എപ്പോഴാണെന്ന് കൂടെ പറയാൻ അത് സഹായിക്കുന്നുണ്ട്. അവരെപ്പോഴാണ് ഹജ്ജിന് പോകേണ്ടതെന്ന്, ഓക്കെ, ഹജ്ജിന്റെ സീസൺ എപ്പോഴാണെന്ന് തീരുമാനിക്കാൻ കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം സൂര്യൻ അല്ലെ, സൂര്യനെ നോക്കിയിട്ട് നമുക്ക് സമയം നിശ്ചയിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ദിവസത്തെ ഒരു അവേർലി ക്ലോക്ക് അല്ലെ, സമയം 1, 2, 3, 4 എന്ന് പറയുന്നത് സൂര്യനെ നോക്കി നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അതേപോലെ നമുക്കറിയാം സോളാർ കാലണ്ടർ ഉണ്ട് അല്ലെ. നമ്മൾ ഫോളോ ചെയ്യുന്ന ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആ മാസങ്ങളുടെ കാലണ്ടർ എന്ന് പറയുന്നത് അത് സൂര്യനെ ഫോളോ ചെയ്തിട്ടുള്ള കാലണ്ടറാണ്. ലോകം മുഴുവനും ഫോളോ ചെയ്യുന്നത് ആ കാലണ്ടറാണ്, മുസ്ലിങ്ങൾ ഒഴികെ അല്ലെ. പക്ഷെ നമ്മുടെ മതത്തില് സുബ്ഹാനല്ലാഹ് ഈ ഒരു ദിവസത്തിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസത്തിലെ മണിക്കൂറുകളെ കണക്കാക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് അല്ലെ, സൂര്യൻ ഉദിക്കുന്ന സമയം, ഉദിച്ചു പൊങ്ങി മേലെ എത്തുന്ന സമയം, അത് അസ്തമിച്ച് താഴുന്ന സമയം അല്ലെ, അതുവഴി നിഴലിന് മാറ്റം വരുന്ന സമയം, അങ്ങനെ അസ്തമിക്കുന്ന സമയം, കംപ്ലീറ്റ് പോകുന്ന സമയം, ഇതിനൊക്കെ അനുസരിച്ച് സുബ്ഹാനല്ലാഹ് നമ്മളെടുത്ത് സമയം നോക്കിയിട്ട് നമ്മളുടെ നമസ്കാരങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ സൂര്യനെ ഉപയോഗിച്ച് നമ്മൾ സമയം, ഒരു ദിവസത്തെ സമയം, അതായത് നമ്മുടെ ക്ലോക്ക് സൂര്യനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മുടെ കാലണ്ടർ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാ അല്ലെ.
ക്ലോക്ക് ഒരു ദിവസത്തെ മണിക്കൂറുകൾ സൂര്യനെ ബേസ് ചെയ്തിട്ടും ഒരു വർഷത്തെ കാലണ്ടർ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. അപ്പം ചന്ദ്രനെ ഉപയോഗിച്ച് മണിക്കൂറുകൾ കണക്കാക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അത് സൂര്യനെ ഉപയോഗിച്ചിട്ടാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും അപ്പൊ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? ലോകം മുഴുവനും സൂര്യനെ ഉപയോഗിച്ചിട്ടാണ് കാലണ്ടർ തീരുമാനിക്കുന്നത്. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂര്യനെ ഉപയോഗിച്ച് നിങ്ങൾ സമയം മാത്രം നോക്കിയാൽ മതി. കാലണ്ടർ ചന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എല്ലാരും സൂര്യനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആവൂലായിരുന്നു അല്ലേ? കാരണം ലോകം മുഴുവനും സോളാർ കാലണ്ടർ ആണ് ഉപയോഗിക്കുന്നത്. സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കാലണ്ടർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മളും അതന്നെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? ചന്ദ്രൻ മാസപ്പിറവി അവിടെ കണ്ടു, ഇവിടെ കണ്ടു, മാസപ്പിറവി കാണണ്ട, മാസപ്പിറവി കാണണം, അങ്ങനെ മാസം തീരുമാനിക്കണം, ഇങ്ങനെ മാസം തീരുമാനിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലെ? അപ്പൊ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ നമ്മൾ സൂര്യനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ചന്ദ്രനെ ഫോളോ ചെയ്യാൻ പറയുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു സോളാർ കാലണ്ടർ, അതായത് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കാലണ്ടറും ലൂണാർ കാലണ്ടർ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള കാലണ്ടറും നോക്കുമ്പോൾ ഏതാ എളുപ്പം നോക്കാം. ഏതൊരു മനുഷ്യനും അവൻ എവിടെ ജീവിക്കുന്നവനായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനായിക്കോട്ടെ, അവന് ചന്ദ്ര കലണ്ടറാണ് എളുപ്പം. എങ്ങനെയാന്ന് മനസ്സിലാക്കാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമ്മളെ കയ്യിൽ ഒരു തരത്തിലുള്ള കാലണ്ടറും ഇല്ലാന്ന് വെക്കാം. നമ്മളെ പ്രിന്റഡ് കാലണ്ടറിൽ അല്ലേ, നമ്മൾ മതിലുമ തൂക്കുന്ന കാലണ്ടറുകളോ ഇനി ഫോണിലുള്ള ഡിജിറ്റൽ കാലണ്ടേഴ്സോ അങ്ങനെ ഒരു കാലണ്ടറോ നമ്മളെ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കാം. നമ്മൾ ദിവസവും സൂര്യനെ നോക്കുകയാണ് എല്ലാ ദിവസവും. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇന്ന് ഏത് മാസത്തിലെ ഏത് ദിവസമാണെന്ന്? പറ്റൂല അല്ലെ? പക്ഷെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡെയിലി നോക്കുന്നുണ്ടെങ്കിൽ കാര്യം പിടികിട്ടും. അപ്പം ചന്ദ്രന്റെ കാര്യത്തില് ഒരു മനുഷ്യൻ എവിടെ ആയിരുന്നാലും, അറേബ്യയിലെ മരുഭൂമിയിലായിരുന്നാലും, 2 ധ്രുവങ്ങളിലായിരുന്നാലും, ഐസ്ലാൻഡിലായിരുന്നാലും, കാട്ടിലായിരുന്നാലും, ആരും ഇല്ലാത്ത ഒരു ലോൺലി ദ്വീപിലായിരുന്നാലും, അമേരിക്കയിലായിരുന്നാലും, യൂറോപ്പിലായിരുന്നാലും, ഇന്ത്യയിലായിരുന്നാലും ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിലെ ദിവസങ്ങൾ ഏകദേശം പിടികിട്ടും ഡെയിലി നോക്കുകയാണെങ്കിൽ അല്ലേ? അവനിനി ഇപ്പോഴത്തെ 21st സെഞ്ചുറിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഫുള്ള് ഡിജിറ്റൽ മീഡിയയും കാര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, എന്നാൽ ഇപ്പോഴത്തെ സ്ക്രീൻ ഇല്ലാത്ത ഒരു 10ാമത്തെ സെഞ്ചുറിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, ഇനി പേപ്പർ പോലും ഇല്ലാത്ത, പ്രിന്റഡ് സംഭവങ്ങൾ പോലും ഇല്ലാത്ത BC കാലഘട്ടത്തിൽ, അതായത് ഈസാ അലൈഹി സ്വലാമിന്റെ മുമ്പുള്ള സമയത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും, ഇനി വരാൻ പോണ 30ാമത്തെ സെഞ്ചുറിയിൽ എന്താണ് അന്നത്തെ കാലം എന്താ സംഭവിക്കാന്നറിയില്ലല്ലേ, അപ്പൊ ജീവിക്കുന്ന ആളാണെങ്കിലും ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏതൊരാൾക്കും മാസം പിടികിട്ടും. അവൻ അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും അവൻ ഈ പറഞ്ഞ സംഭവം ആക്സസിബിൾ ആണല്ലേ, നോക്കിക്കഴിഞ്ഞാൽ മാസം കാണാൻ പറ്റും. ഫുൾ മൂണ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏകദേശം 15 അല്ലെങ്കിൽ 14 അവന് പറയാൻ പറ്റും. ഏതൊരാൾക്കും, ഏത് അവസ്ഥയിലുള്ള ആൾക്കും, ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കും പറയാൻ പറ്റും. ജസ്റ്റ് ഒരു ഇങ്ങനെ വര മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് മാസം 1 പറയാൻ പറ്റും. അപ്പം ഏത് മനുഷ്യനും ചന്ദ്ര കലണ്ടർ ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ സൂര്യന്റെ കലണ്ടർ, നിങ്ങൾക്ക് സൂര്യനെ നോക്കി ദിവസം പറയാൻ പറ്റുമോ? നമുക്ക് അറിയ പോലും ഇല്ല അല്ലെ എങ്ങനെയാണ് ഈ സോളാർ കാലണ്ടർ വർക്ക് ചെയ്യുന്നത് എന്ന്. നമുക്കിത് ഇങ്ങനെ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് തന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഫോണിൽ അങ്ങനെ ഒരു ആപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അല്ലാതെ നമുക്കറിയില്ല ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈവൻ നമ്മൾ സൂര്യനെ ദിവസം നോക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് കാര്യം പിടികിട്ടൂല. അതിന് ചില ടൂൾസ് ഒക്കെ വേണം. പക്ഷെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഓരോ കറക്റ്റ് ആയിട്ട് അതിങ്ങനെ ആ സൈക്കിള് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഓരോ ദിവസവും അതിങ്ങനെ അളവ് കൂടി വരുമ്പോൾ അടുത്ത ദിവസം ഫുൾ ആവുമ്പോൾ 14, 15 പിന്നെയും തിരിച്ചു വരും. സുബ്ഹാനല്ലാഹ്. അപ്പം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, അക്ഷരജ്ഞാനമുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഈ സെഞ്ചുറിയിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള ഏത് കാലഘട്ടത്തിലെ, ഏത് കൾച്ചറിലെ, ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ചന്ദ്രനെ ഉപയോഗിച്ച് മാസം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ അപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കലണ്ടറിന്റെ കാര്യം വരുമ്പോൾ, മാസത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അല്ലേ, എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ മാസം കാണുന്നതിന്റെ പേരിൽ, അതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ ചോദ്യം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അള്ളാഹ് നീ എന്തിനാ ചന്ദ്രനെ വെച്ച് മാസം ഉണ്ടാക്കി? സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് അല്ലേ? ഏത് മനുഷ്യനും ഉചിതമായിട്ടുള്ള ഒരു ലോജിക്ക മാസം കാണാൻ വേണ്ടിയിട്ട്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. സൂറ യൂനുസിലെ 5-ാമത്തെ ആയത്ത്. ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ. അവനാണ് സൂര്യനെ പ്രകാശം അണിയിച്ചത് അല്ലെ. ദുയാ നൂർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം പ്രകാശം. സുബ്ഹാനല്ലാഹ്. ചന്ദ്രനെ പ്രശോഭിപ്പിച്ചതും അവൻ തന്നെ. ചന്ദ്രൻ എന്താണ്? ഒരു ലൈറ്റ് കൊടുത്ത് പ്രശോഭിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വഖദ്ദറഹു മനാസിൽ. അതിന് ഘട്ടങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് മൻസിലുകൾ നിർണ്ണയിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തിനു വേണ്ടി? ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി. ആ സമയത്തിന്റെ കണക്ക്, ദിവസങ്ങളുടെ കണക്ക്, കൊല്ലങ്ങളുടെ കണക്ക് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു മൻസിലുകൾ എന്തിന് ചന്ദ്രന് നിർണയിച്ചിട്ടുള്ളത്. തുടർന്ന് അള്ളാഹ് പറയുന്നുണ്ട്, യഥാർത്ഥ മുറപ്രകാരമല്ലാതെ അള്ളാഹു അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. യുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെളിവുകൾ വിശദീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയാണ് ചന്ദ്രന്റെ കാര്യം. ചന്ദ്രൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ചന്ദ്രനെ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അതാണ്. ഈവൻ നമ്മുടെ ദീനിലെ പല അഹ്കാമുകളും പല നിയമങ്ങളും ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അല്ലെ? റമളാന്റെ തുടക്കം, ഷവ്വാലിന്റെ തുടക്കം, ഇതൊക്കെ നമ്മൾ നോമ്പും പെരുന്നാളും ഒക്കെ നമ്മളെ സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീനിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങൾ, ഏറ്റവും പ്രാധാന്യമേറിയ മാസങ്ങൾ, നമ്മുടെ ആകെയുള്ള 2 ആഘോഷങ്ങൾ എല്ലാം ചന്ദ്രനെ നോക്കിയിട്ടാണ്, ചന്ദ്രന്റെ കാലണ്ടർ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. അതുപോലെ ഹജ്ജിന്റെ കാലഘട്ടം, സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് നമുക്ക് ഏതെങ്കിലും സമയത്ത് അങ്ങനെ തോന്നിയ പോലെ പോകാൻ പറ്റൂല അല്ലെ. ഹജ്ജിനെ ഇഹ്റാം ധരിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ദീനിലെ പല നിയമങ്ങളും സുബ്ഹാനല്ലാഹ്, ജനിച്ച ഒരു കുട്ടിക്ക് 2 വർഷം മുല കുടിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ 2 വർഷം പോലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ചന്ദ്ര കലണ്ടർ പ്രകാരമാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ നമ്മൾ പല തിന്മകൾക്കും പലപ്പോഴും പ്രായശ്ചിത്തമായിട്ട് നോമ്പുകൾ പറയാറുണ്ട് അല്ലെ. ചിലത് ഇത്ര ദിവസം, ചിലത് ഇത്ര മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പുകളുടെ നിയമങ്ങളുണ്ട്. ആ നോമ്പുകളുടെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കണക്കാക്കുന്നത് ചന്ദ്രന്റെ കാലണ്ടർ അനുസരിച്ചാണ്. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഡിവോഴ്സ് തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇദ്ദ ഇരിക്കുന്നത് ആ 4 മാസം 10 ദിവസം ചന്ദ്ര കാലണ്ടർ അനുസരിച്ചാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറും നമ്മളുടെ ഇബാദത്തിന് പോലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അറിവൊക്കെ നമ്മളിലേക്ക് എത്തിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇവിടെ ലിന്നാസ്, മനുഷ്യർക്കാണ് അല്ലെ. എല്ലാ മനുഷ്യർക്കും. നമുക്ക് മുസ്ലിങ്ങൾക്ക് അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ചന്ദ്ര കാലണ്ടർ പ്രകാരം അത് മനുഷ്യർക്ക് മൊത്തം പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. അവരത് യൂസ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. നമുക്കറിയാം കുറേ കാലം ഈ ഒരു ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കലണ്ടർ ഉണ്ടാക്കുന്ന കാലം വരെ ആളുകൾ ഇത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചന്ദ്രന്റെ ആ ഒരു ഘട്ടങ്ങൾ ഉപയോഗിച്ചാണ് ആ മാസം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഒരു പക്ഷേ അല്ലെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ, ഇപ്പം ഓരോ രാജ്യങ്ങൾ സെപ്പറേറ്റ് അല്ല, മൊത്തത്തിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഒരാൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചിലപ്പം അമേരിക്കയിലുള്ള പണിയെടുക്കുന്നുണ്ടാവും, യൂറോപ്പിലുള്ള പണിയെടുക്കുന്നുണ്ടാവും. അപ്പം ഒരേ ഡേറ്റ് വേണം. അതുകൊണ്ട് ലോകം മുഴുവനും ഒരേപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സൂര്യന്റെ കലണ്ടർ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കാലഘട്ടം വരെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലം വരെ എല്ലാവരും ചന്ദ്രന്റെ കലണ്ടർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, മുസ്ലിംസ് മാത്രമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ലിന്നാസ്, മവാഖീതു ലിന്നാസ്. ഇനി ഒന്നും വേണ്ട, ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു കൃഷിക്കാരൻ, അയാൾക്ക് ഒരുപാട് അക്ഷരജ്ഞാനവും കാര്യങ്ങളും ഒന്നുമില്ല. അയാളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് അത് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വിത്ത് വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ സമയമായി അയാൾ അറിയുന്നത് ചന്ദ്രനെ നോക്കിയിട്ടാണ് അല്ലെ. ആ മാസം പറഞ്ഞു, ഈ മാസം പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം, ആ മാസം പറഞ്ഞു, അത് ചെയ്യണം. അയാളുടെ കൃഷിയുടെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ചന്ദ്രനെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴും ഇതുപോലെയുള്ള അഡ്വാൻസ്മെന്റ് എത്താത്ത പല നാടുകളും പല ഉൾനാടുകളും ഉണ്ട് അല്ലെ. അവിടെയൊക്കെ ഇപ്പോഴും സുബ്ഹാനല്ലാഹ് ചന്ദ്രനെ നോക്കി ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് താനും. അപ്പം ഈ ചന്ദ്രന്റെ കലണ്ടർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ലിന്നാസ്, മനുഷ്യർക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, നമുക്കത് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഹജ്ജിന്റെ മാസവും തീരുമാനിക്കുന്നത് ചന്ദ്രന്.
ചന്ദ്രനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അല്ലെ, ചന്ദ്രന്റെ മാസപ്പിറവി വെച്ചിട്ട് തന്നെയാണ്. ഹജ്ജ് വളരെ കുറച്ച് ദിവസങ്ങളിലെ കർമ്മമാണെങ്കിൽ പോലും ഹജ്ജിന്റെ മാസങ്ങൾ അല്ലെ, ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. സുബ്ഹാനല്ലാഹ്, ഏതൊക്കെയാണ് ഹജ്ജിന്റെ മാസങ്ങള്? ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ്. ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്നത്. കാരണം ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മാസങ്ങളാണ്. ആൾക്കാർ ജസ്റ്റ് പെട്ടെന്ന് 10 ദിവസം, അതൊക്കെ ഇപ്പോഴാ തുടങ്ങിയത് അല്ലേ, ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ മാത്രം, അന്ന് തീരെ സമയമില്ല എനിക്ക്, തൽക്കാലത്തേക്ക് വേഗം ഫ്ലൈറ്റ് പിടിച്ച് പോയി ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരുപാട് മാസങ്ങളും അല്ല, ഒരുപാട് ആഴ്ചകൾ മുമ്പ് പ്രിപ്പയർ ചെയ്യുകയും പോവുകയൊക്കെ ചെയ്യണമായിരുന്നു. പ്രത്യേകിച്ച് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ. എനിക്കൊന്നും നമ്മുടെയൊക്കെ വല്യാപ്പമാരൊക്കെ അതുപോലെ പോയിട്ടുണ്ട് അല്ലെ, കപ്പലിലൊക്കെ പോയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പുറത്ത് പോയിരുന്ന ആളുകളുണ്ട്. അവർക്ക് മാസങ്ങളോളം വേണ്ടി വരും ചിലപ്പോൾ യാത്ര ചെയ്യാൻ. അപ്പം അവരെപ്പോഴാ ഹജ്ജിന്റെ യാത്ര തുടങ്ങുക? ഷവ്വാലില്, റമളാൻ കഴിഞ്ഞ ഉടനെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹജ്ജിന്റെ മാസങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് എന്താണ്? വൽ ഹജ്ജ്, ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. മവാഖീതു ലിന്നാസ്, ആളുകൾക്ക് സമയം അറിയാനുള്ള ഉപാധിയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി പറയുന്നത് വലൈസൽ ബിർറു, എന്താണ്? പുണ്യമല്ല. ബിർ എന്നുള്ള വാക്ക് നമ്മൾ ഇതേപോലെ ലൈസൽ ബിർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പുണ്യമല്ല. എന്ത് പുണ്യമല്ല? ബി അൻ തഅതുൽ ബുയൂത്ത്, വീടുകളിലേക്ക് വരുന്നത്, മിൻ ദുഹൂരിഹ, അവയുടെ പിൻഭാഗത്തു കൂടി. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം ഉള്ളത്, പുണ്യം കുടികൊള്ളുന്നത്. അപ്പം നിങ്ങള് പിൻവശത്തു കൂടെ അല്ലെ, വീട്ടിന്റെ പിൻഭാഗത്ത് കൂടെ കയറലല്ല പുണ്യം എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ നമുക്ക് നോക്കാം. തു ഹംസ ത യ, ബുയൂത്ത് ബൈത്തിന്റെ ബഹുവചനം ബ യ ത. മിൻ ദുഹൂരിഹ, ദുഹൂർ ദുഹറിന്റെ ബഹുവചനമാണ്. ദുഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും പിൻഭാഗം. ഓക്കെ, അപ്പം വീടിന്റെ പിൻഭാഗം അല്ലെങ്കിൽ പിൻഭാഗത്തുള്ള ഡോറിലൂടെ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഒരു ആയത്ത്, ഈ ഒരു ഭാഗം, ഓക്കെ, ഈ ആയത്തിൽ ഈ ഭാഗം അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരം, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ്, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുകയാണ്, അതിന് തെറ്റാണെന്ന് പറയാണ്. ഓക്കെ, ജാഹ്ലിയ കാലത്ത്, ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള സമയത്ത് ഇത് അവരുടെ ദീനിൽ അവര് പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള, ബിദഅത്താക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ട് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ അവര് വിചാരിച്ചിരുന്നത് അവര് ഭയങ്കര പുണ്യവാന്മാരാണ് അത് ചെയ്യുന്നതിലൂടെ. അതെന്ന് വെച്ചാൽ എക്സ്ട്രീം തഖ്വ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്തും ഉണ്ട് അതുപോലെയുള്ളത്, എക്സ്ട്രീം തഖ്വകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുപോലെ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് പുണ്യം ഉള്ള ഒരു കാര്യമാണെന്ന് അവര് വിചാരിച്ചിരുന്ന ഒരു പ്രവർത്തനമാണ്. എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോ സുബ്ഹാനല്ലാഹ് ഇതിന് തൊട്ട് മുമ്പ് സിയാമിലെ നോമ്പിന്റെ ആയത്തുകളെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ ഇതാ ഹജ്ജിന്റെ ആയത്തിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയും നമുക്ക് സുബ്ഹാനല്ലാഹ് ഇനി കുറെ ആയത്തുകൾ ഹജ്ജിനെ കുറിച്ച് വരാനുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ഒരു തുടക്കം എന്നുള്ള പോലെ ഇതെടുക്കാം. അപ്പം അറബികളുടെ കാര്യം പറയുമ്പം ഈ ജാഹ്ലിയ കാലഘട്ടത്തില് അവര് ഇഹ്റാം ധരിക്കുന്ന, ഇഹ്റാമിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ഇഹ്റാമിന്റെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നഖം മുറിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, അതുപോലെ വേറെ പല കാര്യങ്ങളും ഉണ്ട് ഹജ്ജ് തീരുന്നത് വരെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്. മാത്രമല്ല, ഹജ്ജ് എന്ന് പറയുന്നത് ആ ഹജ്ജിന്റെ സമയത്ത് മാത്രം, ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ചെയ്യേണ്ട കാര്യമാണെന്നും അറിയാം അല്ലെ. അപ്പൊ സഈ എന്ന് പറയുന്നത് അവിടെ സഫയുടെ മറവയുടെ ഇടയിൽ ഓടില്ലേ, എന്നാ അപ്പൊ ഇവിടെ 2 മലകളുണ്ട്, അതിന്റെ ഇടയിൽ ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സഈ ചെയ്യാൻ പാടില്ല. അതുപോലെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും എവിടെയെങ്കിലും ചെയ്യാൻ പറ്റൂല അല്ലെ, അത് പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് ചെയ്യണം. അത് ഹജ്ജിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് മുശ്രിക്കുകളിലേക്ക് വരാം. അവര് ഇഹ്റാം ഇട്ട് കഴിഞ്ഞാൽ, ഇഹ്റാമിന്റെ അവസ്ഥയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ഭയങ്കര അടുത്ത ആളുകളാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഇഹ്റാമിന്റെ അവസ്ഥയിലാണ്, നമ്മൾ അള്ളാഹുമായിട്ട് ഇബാദത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അള്ളാഹുമായിട്ട് അങ്ങേയറ്റം അടുത്ത സമയമാണ്. അതുകൊണ്ട് എനിക്കും അള്ളാഹുക്കും ഇടയിൽ ഒന്നും വരാൻ പാടില്ല, എന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ ഒരു തടസ്സങ്ങളും അതിനിടയ്ക്ക് ഒന്നും വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവര് ഈവൻ ത്തിന്റെ അടിയിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ പാലം നമ്മുടെ മുകളിലുണ്ടാവും അല്ലെ, അതുപോലെ അവരുടെ തലയുടെ മേലെ എന്തെങ്കിലും ഒരു ഉള്ള അവസ്ഥയിൽ പോലും അവര് പോവില്ല. അത്രയും അവരും അള്ളയും തമ്മിൽ ഉള്ള ഒരു ബന്ധം തടയപ്പെടാൻ പാടില്ല.
ഈവൻ ഒരു ഡോർ ഫ്രെയിം ഉണ്ടാവില്ലേ, നമ്മൾ വാതിൽ കട്ടില എന്ന് പറയുന്ന സംഭവം, അതിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ തലയുടെ മേലെ ഒരു ഫ്രെയിം വരുന്നതുകൊണ്ട് അവരും അള്ളയും തമ്മിൽ ഒരു തടസ്സം ഉണ്ടാവാന്നൊക്കെ അവര് വിശ്വസിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഈ ഒരു പ്രവർത്തനം അവര് ഭയങ്കര പുണ്യ പ്രവൃത്തിയാണെന്നും അവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവായിട്ട് അവർ വളരെയധികം ക്ലോസ് ആയതുകൊണ്ടാണ്, വളരെയധികം അടുത്തതായതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് എന്തിന്റെങ്കിലും അടി കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇഹ്റാം ഇൻവാലിഡ് ആവും, ക്യാൻസൽ ആയി പോകുന്ന അവര് വിശ്വസിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരാള് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അയാൾ ഇഹ്റാം ധരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയാൾക്ക് ഒരു ആവശ്യം വരാണ് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലേക്ക്, ഇനി ഒരു വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്കോ, ഇനി വേണ്ട ഹജ്ജിന് പോകുന്ന സ്ഥലത്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കോ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി. ഓക്കെ, ഭക്ഷണം കഴിക്കാനോ റെസ്റ്റ് എടുക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അവര് ഫ്രണ്ടിലുള്ള ഡോറ് കൂടെ കയറൂല, കാരണം ആ ഡോറിന്റെ ഫ്രെയിം ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, ഈ വാതിൽക്കട്ടിലേക്ക് കറന്നു വേണ്ടേ പോകാൻ. അപ്പൊ അവരുടെ തലയുടെ മേലെ അങ്ങനെ ഒരു തടസ്സം വന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അവർക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒരു എന്തോ വന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരൊക്കെ എന്താണെങ്കിലും ഉള്ളിൽ പോവുകയും വേണം, അവരുടെ കാര്യങ്ങൾ നടക്കണല്ലോ. അപ്പൊ അവരെന്തെന്ന് വെച്ചാൽ വീടിന്റെ ബാക്കിൽ കൂടെ പോകും. അപ്പൊ നമ്മൾ ചോദിക്കാൻ എന്താ ബാക്കിൽ കൂടെ പോയ വാതിലില്ലേ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആക്ച്വലി ബാക്കിൽ അതുപോലെ നമുക്കിപ്പോ ഉള്ളതുപോലെ വാതിലുകൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ഒരു മതില പോലും, അരമതില, സുബ്ഹാനല്ലാഹ്, നമ്മള് അരച്ചുമരെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ. അപ്പം അവരെ വിചാരം ഇങ്ങനെയുള്ള ഈ അരച്ചുമര് ചാടി കടന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവർക്ക് ആ ഒരു വാതിൽ കട്ടിലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പ്രശ്നമില്ല. അപ്പൊ ഇവർ ഇതുപോലെയുള്ള ബാക്കിലുള്ള അരച്ചുമര് ചാടി കടന്നിട്ട് അവർക്ക് പോകേണ്ട വീട്ടിലോ ബിൽഡിങ്ങിലോ എവിടെയാന്ന് വെച്ചാല് പോവും. ഈവൻ ഇന്നത്തെ കാലത്തും ഉണ്ടെന്ന് പറയപ്പെടുന്ന, അല്ലാഹു ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇതുപോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ മതിൽ കെട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്, ഡോറല്ലാതെ അങ്ങനെ കയറാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ചാടി കടന്ന് അവർക്ക് ഉള്ളിൽ പോവാം. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മേൽക്കൂര ഉണ്ടാവും എന്നുള്ളത് വേറൊരു കാര്യം, നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷെ മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിന്റെ പിന്നിലൊന്നും അല്ലെങ്കിൽ പല അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതിന്റെ പിന്നിലൊന്നും വലിയ ലോജിക് ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും, ഇതെന്താ ഇതിങ്ങനെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരിപ്രകാരം ഫ്രണ്ടിൽ കൂടെ കടക്കാതെ ബാക്കിൽ കൂടെ ഈ കുഞ്ഞു മതിൽ ചാടി കടന്നിട്ട് പോവുകയും ചെയ്യും. അവരുടെ വിചാരം ഇത് ഭയങ്കര ബിറാണ്, ഭയങ്കര പുണ്യപ്രവൃത്തിയാണ്, എനിക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേക എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ, നിങ്ങൾ വീടിന്റെ പിൻഭാഗത്ത് കൂടി പ്രവേശിക്കലല്ല എന്ത് ബിർറ്. നിങ്ങളുടെ മേല് നിങ്ങൾ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അടിച്ചേൽപ്പിക്കലല്ല ബിർറ്. ദീനില് പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കലല്ല ബിർറ്. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുകയും എന്നിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുകയും ചെയ്യലല്ല ബിർറ്. പക്ഷെ എന്താണ് ബിർറ്? വലാകിന്നൽ ബിർ, എന്നാൽ ബിർറ് എന്ന് പറയുന്നത് എന്താണ്? ആരുടേതാണ് ശരിക്കുള്ള ബിർറ്? മനിത്തഖ, ആര് തഖ്വ കാണിക്കുന്നുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നുവോ അവരുടേതാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ് ബിർറ്. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ തഖ്വ പഠിപ്പിക്കും അല്ലെ. റമളാനിൽ നമ്മൾ നോമ്പെടുക്കുന്നത് നമുക്ക് തഖ്വ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഹജ്ജും നമുക്ക് തഖ്വ പഠിപ്പിക്കാനുള്ളതാണ് അല്ലെ. റമളാനിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നുമ്പം നമ്മൾ അള്ളാഹിനെ ഓർക്കൂലേ. വെള്ളം കുടിക്കണം തോന്നുമ്പോൾ നമ്മൾ അള്ളാഹിനെ ഓർക്കും, ഇല്ല ഇത് പാടില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരാവും, അള്ളാഹുവിനെ ഭയമുള്ളവരാവും. അങ്ങനെ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മളെ തഖ്വ പഠിപ്പിക്കുന്ന സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെയാണ് ഇഹ്റാമിലായിരിക്കുമ്പോഴും. ഇഹ്റാമിലായിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ തല്ലുണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ നഖം വെട്ടരുത്, മുടി മുറിക്കരുത്. അള്ളാഹു എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എനിക്കിതിപ്പോ ചെയ്യാൻ പാടില്ല ഇഹ്റാമിലായിരിക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. പല കാര്യങ്ങളുണ്ട് ഇഹ്റാമിലായിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ചിലര് വിചാരിക്കണ്ടാവും ഒരു നഖം വെട്ടൽ അല്ലെ, അതിലിപ്പോ എന്ത് ഇത്ര വലിയ പുണ്യം, അതിനകത്ത് എന്ത് ഇത്ര വലിയ ഇബാദത്ത്. സുബ്ഹാനല്ലാഹ്. വളരെ ചെറിയൊരു കാര്യമല്ല അല്ലെ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈവൻ കുഞ്ഞി പേഴ്സണൽ ആയിട്ടുള്ള ഈ ഒരു അഫെയറിൽ പോലും, ഈ ഒരു കാര്യത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാനത് ചെയ്യൂല എന്നുള്ള ആ ഒരു തഖ്വ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് അവിടെ. ശരിക്കും റമളാനിലല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നുമ്പം നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുവോ അതുപോലെയാണ് ഹജ്ജിന്റെ സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, നമ്മൾ നഖം വെട്ടുന്ന, മുടി മുറിക്കുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ പേഴ്സണൽ ആവശ്യങ്ങൾ പോലും അള്ളാഹുവിനെ ഓർത്ത് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ തഖ്വ പഠിപ്പിക്കുകയാണ്.
അപ്പം ഹജ്ജ് തഖ്വ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ വലാകിന്നൽ ബിർറ മനിത്തഖവ, ആരുടെയാണ് ശരിയായ പുണ്യപ്രവൃത്തി? അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ ഭയപ്പെടുന്ന അല്ലെ, അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നവരുടെയാണ് എന്ത് യഥാർത്ഥ ബിർറ എന്ന് പറയുന്നത്. അപ്പം ഒരാള് സുബ്ഹാനല്ലാഹ് ഇഹ്റാമിലായിട്ട് അയാൾ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ബാക്കിലുള്ള അരമതിൽ ചാടി കടന്നു ഭയങ്കര പ്രയാസപ്പെട്ട് വീട്ടിനകത്തേക്ക് കയറുകയും ചെയ്തിട്ട് എന്നിട്ട് ഇഹ്റാമിലായിരിക്കുന്ന ആള് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് അത് ബിർറല്ല അല്ലെ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാത്ത ഒരു കാര്യം സ്വന്തം മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഞാനത് ഭയങ്കര പുണ്യപ്രവൃത്തിയാന്ന് വിചാരിച്ച് ചെയ്യുകയും ചെയ്യാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ഒരു കാര്യം അതിനെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള പോലെ സില്ലിയാക്കി വിടുകയും ചെയ്യാം. അതല്ല എന്ത് ബിർറ്. ശരിക്കുള്ള ബിർറ് എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഅ്തുൽ ബുയൂത, നിങ്ങൾ വീടുകളിലേക്ക് വരാ. എവിടുന്ന്? മിൻ അബ്വാബിഹ, വാതിലുകളിലൂടെ. ബാബിന്റെ പ്ലൂറലാണ് അബ്വാബ്. അപ്പൊ നിങ്ങൾ വീടുകളിലേക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള വാതിലുകളിലൂടെ അല്ലെ, ഫ്രണ്ടിലുള്ള വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കുക. അതാണ് ശരിയായ വഴി. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, അതാണ് ഈസി ആയിട്ടുള്ള വഴി. അതാണ് ലോജിക്കലായിട്ട് കുറച്ച് സെൻസ് ഉള്ള ഒരു കാര്യം അതാണ് അല്ലെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ളതാണ് ആളുകൾക്ക്. അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ആരുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ആ പ്രയാസം നിങ്ങൾ എടുക്കണ്ട. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്? എന്തിലാണ് ശരിയായ തഖ്വ ഉള്ളത്, ശരിയായ ബിർറ് ഉള്ളത്? അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങള് അനുസരിച്ച് ജീവിക്കല്, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ. അല്ലാതെ നമുക്ക് സ്വയം തോന്നുകയാണ് ഓക്കെ ഇത് ഭയങ്കര തഖ്വയാണെന്ന്, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ദീൻ നമുക്ക് പ്രയാസമാക്കി തീർക്കലല്ല എന്ത് ബിർറ് എന്ന് പറയുന്നത്. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ. ഈ ഒരു കാര്യത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ്, ഈ ഒരു യൂസേജിൽ നിന്ന് അറബികള് ആരെങ്കിലും ഒരാള് ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവര് പറയും അത്തൽ ബൈത മിൻ ബാബിഹി, അവൻ വീട്ടിലേക്ക് വാതിലിലൂടെ പ്രവേശിച്ചു. അതായത് അവൻ ആ ഒരു കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു, ശരിയായ രീതിയിൽ ചെയ്തു. ശരിക്കും എന്തൊരു കാര്യം ചെയ്യുന്നതിനും രണ്ട് രീതികളുണ്ട് അല്ലെ. അതിന്റെ ശരിയായ രീതി, എളുപ്പമുള്ള വഴിയാണ് അതിന്റെ ശരിയായ രീതി. എന്നാൽ വേറൊരു രീതി ഉണ്ട്, അതിന്റെ പ്രയാസമുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴി അല്ലെ, തെറ്റായ വഴി. അപ്പം അവൻ ശരിയായ രീതിയിൽ ഒരു കാര്യം ചെയ്തു എന്നുള്ളതിന് അറബികൾ അത്തൽ ബൈത മിൻ ബാബിഹി എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ഒരു വെറുതെ സില്ലി ആയിട്ട് ഒരു ഉദാഹരണം പറയാം. നമുക്ക് കാർ കയറണം, കാർ ഡ്രൈവ് ചെയ്യണം എന്നിരിക്കാം. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ഡോർ കൂടെ കയറും അല്ലെ. പക്ഷെ ഒരാൾ തീരുമാനിക്കില്ല ഞാൻ ഡ്രൈവർ ഡോർ കൂടെ കയറൂല, പിന്നില് ഡിക്കി തുറന്ന് ബാക്ക് സീറ്റ് മറച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ചാടി മുന്നിലേക്ക് എത്തിയിട്ടേ ഞാൻ ഡ്രൈവ് ചെയ്യുള്ളൂ, അങ്ങനെ കയറുള്ളൂ എന്ന് വിചാരിക്കാം. അയാളെ മേലെ തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇതിലെ ഒരു കാര്യം ഇമ്പോസ് ചെയ്യണം. അത് അയാൾക്ക് ഭയങ്കര പ്രയാസം. അങ്ങനെ കയറി അയാൾ അവിടെ എത്തുമ്പോഴേക്കും അയാൾ ക്ഷീണിക്കും അല്ലെ. അങ്ങനെ നമ്മൾ അനാവശ്യമായ പ്രയാസങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ ഭയങ്കര, ഇതുപോലെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ അയാൾ ആകെ ടയർഡ് ആവില്ലേ, അവിടെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് വെറുത്തു പോവില്ലേ. ഞാൻ വെറുതെ സില്ലി ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നമ്മൾ പല കാര്യങ്ങളിലും ദീനില് അനാവശ്യമായ നമ്മൾക്ക് തന്നെ തോന്നുന്ന ഒക്കെ ഇത് ബിർറ അല്ലെങ്കിൽ തഖ്വയാണെന്ന് തോന്നുന്ന രീതിയിൽ പലതിനെയും അടിച്ചേൽപ്പിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വീട്ടിന്റെ പിൻഭാഗത്ത് കൂടെ കയറല് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ അല്ലെ, നമുക്കെന്താ ഇത്, നമ്മളോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം. പക്ഷെ നമുക്കറിയാം ഇന്നും ആളുകൾ പല രീതിയിൽ പലതും ചെയ്തിട്ട് ജീവിതം പ്രയാസമാക്കാറുണ്ട് അല്ലെ. ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിലും ദീനീപരമല്ലാത്ത ഐഹികമായിട്ടുള്ള കാര്യങ്ങളിലും സുബ്ഹാനല്ലാഹ് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊക്കെ ഒരു പക്ഷേ പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആരെങ്കിലും ഒരു ഗസ്റ്റ് വരാന്ന് നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് ഇത്ര ഇഷ്ടമൊക്കെ തന്നെ ആയിരിക്കും അവര് വരുന്നത്, അവരെ സൽക്കരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആദ്യം തന്നെ നമ്മുടെ വയറ്റിനകത്തൊരു കാളലാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ അതിനെ ആ ഒരു പ്രോസസ്സിനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അല്ലെ, രാവിലെ പത്തിരിയും ആ പത്തിരി ഈ പത്തിരി മറ്റേ പത്തിരി, അത് പൊരിച്ചത് ഇത് പൊരിച്ചത് മറ്റേത് പൊരിച്ചത്, ആ കറി ഈ കറി മറ്റേത് കറി, ഒരു 25 ഐറ്റം ഉണ്ടാക്കുമ്പോഴേക്ക് ബേജാറാവില്ലേ? ഗസ്റ്റ് വരുമ്പോൾ എന്തായാലും ബേജാറാവും. കാരണം നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചക്കും സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ തന്നെ അനാവശ്യമായ ഇത് ഞാൻ ജസ്റ്റ് ഐഹികമായ ദീൻ കൊണ്ടുവന്നതല്ല, ഐഹികമായ ഒരു കാര്യം പറഞ്ഞത്. അതുപോലെ ഇപ്പൊ വേറൊരു കുഞ്ഞുദാഹരണം പറയാം. നമ്മളെ വീട്ടില് നിലത്തെന്തോ എന്തെങ്കിലും ഒരു അഴുക്കായിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ നിലം ക്ലീൻ ചെയ്യുക, അതിന് മുമ്പ് ആദ്യം
അല്ലെ? സിങ്കിലുള്ള പാത്രം ഒന്ന് കഴുകട്ടെ, എന്നിട്ട് സിങ്ക് ക്ലീൻ ചെയ്തിട്ട് അടുക്കളന്റെ ആ ഒരു റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, എന്നിട്ട് അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ വേസ്റ്റ് കൊണ്ടേ കളഞ്ഞിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട് തുടക്കട്ടെ. ഈ പ്രോസസ്സ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കും തോറും നമുക്ക് ആ ശരിക്കും പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും, അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു പക്ഷെ ആളുകൾ വരുമ്പോ തന്നെ കാണുന്ന ഒരു വൃത്തികേടായിരിക്കും, അത് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് പിന്നെ ചെയ്താലും മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഞാൻ വളരെ അഗൈൻ സില്ലി ആയിട്ട് പറയുന്ന ഒരു കാര്യം, പക്ഷെ നമ്മൾക്ക് പലപ്പോഴും ഇതുപോലെയുള്ള നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ അടിവേര് വരെ മാന്തിയിട്ട് അവിടെ, ഞാനും അതിൽ പെട്ട ഒരാളാട്ടോ സുബ്ഹാനല്ലാഹ്, അവിടെ എത്തിയാലേ അത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന റൂളുകളുണ്ട് കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ദീനിൽ വരുമ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു. എനിക്കിപ്പോ പെട്ടെന്ന് ഒരു ഉദാഹരണം എന്ന് പറയാൻ, ഇപ്പം ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന പല ന്യൂസുകളുണ്ട് അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ അല്ലെങ്കിൽ പണ്ഡിതന്മാര് ഫത്വ പ്രകാരം ഹറാമാക്കാത്ത ചില കാര്യങ്ങള്, ചില ട്രീറ്റ്മെന്റുകൾ, സുബ്ഹാനല്ലാഹ്, പ്രസവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ചില തഖ്വകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് അത്തരത്തിലുള്ള ഒരു ബിർറ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള പ്രയാസവും സഹിക്കാൻ തയ്യാറാണ്. ഈവൻ ഒരു പക്ഷേ അവരുടെ ഡേ ടു ഡേ ഇബാദത്തിനെ പോലും അത് ബാധിക്കുന്നുണ്ടാവും. അല്ലാഹു അഅലം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ദീനിനെ പ്രയാസമാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് തഖ്വ എന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കി തീർത്ത തഖ്വകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടാവില്ല, ഖുർആനിലും സുന്നത്തിലും ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല, പണ്ഡിതന്മാരുടെ ഫത്വയിലും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇത് ഭയങ്കര സംഭവമാണെന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമായിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് അതിനെ നമ്മൾ അങ്ങനെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ, ദീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ആയിരിക്കണം, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ സാധാരണക്കാരായി പോരുതല്ലോ അല്ലെ, നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആവണല്ലോ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ ഒരു ഹലാൽ ഫുഡിന്റെ കാര്യം എടുക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു സ്ഥലത്ത് പോവാ ഭക്ഷണം കഴിക്കാം, അവിടെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും വെണ്ടയ്ക്ക അക്ഷരത്തിൽ അല്ലെ, ലാം അലിഫ് ലാം എന്നുള്ള രീതിയിൽ ഹലാലിന് എഴുതി വെച്ചിട്ടുണ്ടാവും, ബോർഡ് ഉണ്ടാവും. ഇനി അതിന് ചിലപ്പോൾ അവർ സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ടാവും, ഓക്കെ ഇത് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള റെസ്റ്റോറന്റ് ആണെന്ന്. എനിക്കൊന്നും കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ, കേരളത്തിൽ നമുക്ക് ഹലാൽ ഭക്ഷണമേ സെർവ് ചെയ്യുള്ളൂ. ഇപ്പം അല്ലാതെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ മിക്കവാറും ഉണ്ടാവും ഹലാൽ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും, കാരണം അല്ലാത്ത സ്ഥലങ്ങളും ഉള്ളത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അതില്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം ഇത് ഫുഡ് ഹലാലാണോ എന്ന്. കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, നമുക്കത് കഴിക്കാം. പക്ഷേ ആളുകൾ ഈ ഇറച്ചി കട്ട് ചെയ്ത ആളുടെ അഖീദ എന്താണ് നമുക്ക് അന്വേഷിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, കോംപ്ലിക്കേറ്റ് ആകും. അല്ലെങ്കിൽ ഈ റെസ്റ്റോറന്റ് ഓൺ ചെയ്യുന്ന ആള് സലഫിയാണോ, എന്ത് കാര്യത്തിന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അൺനെസസറി ആയിട്ട് അനാവശ്യമാക്കിയിട്ട് ജീവിതത്തിന്, നമ്മളുടെ ജീവിതത്തിനെയും മറ്റുള്ളവരുടെ ജീവിതത്തിനെയും കോംപ്ലിക്കേറ്റ് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളാണ് ശരി, നമ്മളാണ് ഭയങ്കര ശരി, ഇതാണ് ദീനെന്ന് തോന്നിപ്പിക്കുക. നമ്മൾ ശരിയായ രീതിയിലല്ല ഇതൊന്നും ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ മേല് പ്രയാസം അടിച്ചേൽപ്പിക്കലല്ല ദീനിലുള്ള തഖ്വ, അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കലല്ല അത് ദീനിലുള്ള തഖ്വ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീന് യുസ്റാണ് അല്ലെ, ആളുകളുടെ മേല് പ്രയാസം അടിച്ചേൽപ്പിക്കുന്നതിൽ ഒരു പുണ്യവും ഇല്ല. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യസ്സിറു വലാ തുഅസ്സറു വസക്കിനു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമാക്കുക, ദീന് പ്രയാസമാക്കരുത്. കാര്യങ്ങൾ നിങ്ങൾ എളുപ്പമാക്കുക, മറ്റുള്ളവർക്ക് പ്രയാസമാക്കരുത്. നിങ്ങൾ സക്കിനാക്കുക, കാമാക്കുക, ശാന്തമാക്കുക. വല തുനഫിറു, ആളുകളെ ഭയപ്പെടുത്തല്ലേ ദീന് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ആളുകൾ, നമ്മൾ ദീൻ കൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പാവും ദീനിനോട്. ഓ, എനിക്കിനി ഇത് പറ്റൂല, എന്നെ കൊണ്ട് മതിയായി എന്ന് തോന്നിപ്പിക്കും. ഇവൻ നമ്മൾ നമ്മളെ മക്കളുടെ അടുത്ത് പലപ്പോഴും ഇത് ചെയ്യാറുണ്ട്. അവർ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, നോട്ട് ചെയ്യണം, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാവില്ല, അള്ളാഹ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളാണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടിൽ ആക്സെപ്റ്റഡ് അല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും, അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ മക്കളെടുത്ത് അതിനെ ഒന്നെങ്കിൽ നമ്മൾ അത് ഹറാമാന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി അവർക്കത് പ്രയാസമാക്കും. അങ്ങനെ ദീനിനെ നമ്മൾ അവർക്ക് പ്രയാസമാക്കി കൊടുക്കും, എന്നിട്ട് അവർ ദീനിനെ വെറുക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ശരിയായ രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. വത്തഖുല്ലാഹ്, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം.
നമുക്ക് ശരിയായ തഖ്വയാണോ ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കുക. ഇതുപോലെയുള്ള എന്ത് കാര്യങ്ങളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എന്തിലേക്ക് മടങ്ങാന്ന് വെച്ചാൽ നമ്മളെ ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരുപാട് കൽപ്പനകളുണ്ട്, ഒരുപാട് വിരോധങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും ചെയ്യാതിരിക്കാൻ പറഞ്ഞതും. അതിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് എത്താത്ത ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. സൂറത്തുൽ ബഖറയില് 189 ആയത്തിൽ എത്തി നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് കൽപ്പനകളിലൂടെ കടന്നുപോയവരാ നമ്മൾ. ഇപ്പോഴും ഞാനും നിങ്ങളും അതിൽ പലതിലും എത്തിയിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ തഖ്വ എവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് നമ്മൾ വെറുതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സുബ്ഹാനല്ലാഹ് ഒരു റെലവൻസും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയകരമായ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ അടിപതറി നിൽക്കുമ്പോൾ എന്ത് കാര്യത്തിനാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് ഇബ്ലീസാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ശരണം തേടുക. എപ്പോഴും തഖ്വയ്ക്ക്, ശരിയായ തഖ്വയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യും, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം ഉണ്ടായിരിക്കലാണ്. ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പം നമ്മൾ ശരിയാണോ ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടായിരിക്കലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ അതെന്താണ്, ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ബോധം, അതാണ്. അല്ലാതെ അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് പ്രയാസമാക്കി അള്ള പറയാത്ത നിയമങ്ങൾ നമ്മളായിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് എപ്പോഴും ആ ഒരു എക്സ്ട്രാ സൂക്ഷ്മത, എക്സ്ട്രാ തഖ്വ എന്ന് നമ്മൾ പറയുന്നത് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ എക്സ്ട്രാ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തഖ്വയുടെ അർത്ഥം എനിക്ക് അറിയോ എന്നുള്ളത്. അള്ള കൽപ്പിച്ചത് ചെയ്യലാണ് തഖ്വ, അള്ള വിരോധിച്ചത് ചെയ്യാതിരിക്കില്ല തഖ്വ. അല്ലാണ്ട് എന്റെ വക എക്സ്ട്രാ ഒരു ലെവൽ ആഡ് ചെയ്യലല്ല തഖ്വ. ഒന്നും കൂടെ സൂക്ഷ്മമാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ സൂക്ഷ്മം അള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ, അള്ള നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മളാണ് അതിനെ പ്രയാസാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പല ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും അറിയാവുന്ന ഉദാഹരണങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തുക. ഓക്കെ. അല്ലാതെ നമ്മളൊരു ഭയങ്കര ഡ്രൈ ആയിട്ട് ഹാർഷായിട്ട് ആളുകളെ വെറുപ്പിക്കുന്ന, ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരാളാവലല്ല തഖ്വ. ഓക്കെ. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളായേക്കാം. കാരണം തഖ്വയില്ലാതെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല അല്ലെ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പറഞ്ഞുകൊണ്ട് അവിടെ എന്താ കൺക്ലൂഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വിജയികളാവാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹാ. സുബ്ഹാനല്ലാഹ്. ഇത് ഹജ്ജിന്റെ കോണ്ടെക്സ്റ്റ് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇതുപോലെ ആളുകൾ പല 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 ഇന്നോവേഷൻസ്, പല ബിദഅത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് നമുക്കറിയാം സ്ത്രീകൾക്ക് നിഖാബ് ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടെന്നല്ലേ. അപ്പം ഞാൻ ഇനി പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലര് അവര് ഫേസ് കവർ ചെയ്ത് ശീലമുള്ള ആളുകളാവുമ്പോൾ സുബ്ഹാനല്ലാഹ് നിഖാബ് ധരിക്കാനും പാടില്ലല്ലോ. അപ്പം ഒരു ക്യാപ്പ് ഇട്ടിട്ടല്ലേ, ഒരു ഹാറ്റ് വെച്ചിട്ട് ഹാറ്റിന്റെ ഫ്രണ്ടിലേക്ക് ഒരു കവറിങ് ഇടും, എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ അവരൊരു തുണി കവർ ചെയ്തിടുന്നത്. കണ്ണ് കാണൂല, അവരെവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിക്കുകയും വീഴുകയൊക്കെ ചെയ്യും. അവർക്കും അപകടം പറ്റും, മറ്റുള്ളവർക്കും അപകടം പറ്റും. സുബ്ഹാനല്ലാഹ്. ഓവറാക്കലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തഖ്വ. അപ്പം അവര് ഓക്കെ നിഖാബ് ധരിക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കാര്യത്തിൽ സുബ്ഹാനല്ലാഹ് ഹദീസുകളിൽ നിന്ന് തന്നെ തെളിവുകളുണ്ട്. അവർ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ അവർ ഏതെങ്കിലും പുരുഷന്മാരെ കാണുമ്പോൾ അവർ കയ്യിലുള്ള എന്തുകൊണ്ടെങ്കിലും അവർ പക്ഷെ അവരുടെ ഷോളിന്റെ കഷ്ണം കൊണ്ടോ അവർ മുഖം ആ സമയത്ത് മറയ്ക്കുമായിരുന്നു. അങ്ങനെ മുഖം മറയ്ക്കാം. സുബ്ഹാനല്ലാഹ്. അല്ലാതെ അതിനെ ഓവറാക്കിയിട്ട് അത് അവർക്കും മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മുടി മുറിക്കരുത്, നഖം മുറിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ആൾക്കാർ ചോദിക്കും അപ്പം തല ചൊറിയാൻ പാടില്ലല്ലേ, ചൊറിഞ്ഞാൽ മുടി സുബ്ഹാനല്ലാഹ് കുളിക്കാൻ പാടില്ലായിരിക്കും അല്ലേ, കുളിച്ചാൽ മുടി കൊഴിയൂലേ. ഇപ്പൊ നമ്മൾ തന്നെ ഈ അറവിന് കൊടുത്തവരല്ലേ, അറക്കാൻ വേണ്ടി നിയത്ത് വെച്ചവര്, ഉദ്ഹിയത്ത് അറക്കാൻ വേണ്ടി നിയത്ത് വെച്ചവര് പലരും ചോദിക്കാറുണ്ട് മുടി ചീകാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. എത്ര ദിവസം കുളിക്കാണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഹജ്ജിനൊക്കെ പോകുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ, കുളിക്കാതെ അവർ ചെന്ന് കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ ആ ചൂടിൽ ആ ഹ്യൂമിഡിറ്റിയിൽ ഇത്രയധികം ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാ ഇബാദത്ത് ചെയ്യുക? എങ്ങനെയാ നമുക്ക് ഇബാദത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാ മറ്റുള്ളവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ദീനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കി സുബ്ഹാനല്ലാഹ്, എന്നിട്ട് അത് ബിറാണെന്ന് വിചാരിക്കുന്ന ഒരു രീതി. സുബ്ഹാനല്ലാഹ്. തല ചൊറിയുമ്പോൾ ചൊറിയാതെ കൺട്രോൾ ചെയ്തിട്ട് കുളിക്കാതെ നിൽക്കുമ്പോ ശരിക്കും നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇറിറ്റേഷൻ വരാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ ഇറിറ്റേഷനിൽ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് കാണുന്നവരോടൊക്കെ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് അത്
അത് കുഴപ്പമില്ല, അവിടെ അവർക്ക് തക്കവയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഹജ്ജിന്റെ ഉദ്ദേശമേ മാറിപ്പോവും അല്ലെ. അവിടെ ശരിക്കും തക്കവ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. അപ്പം വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമുക്ക് ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ ഹജ്ജായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, എങ്ങനെയാ വിജയം നേടാം? തഖ്വ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കണ്ട. ഒരുപാട് ഒരുപാട് ഓരോ കാര്യങ്ങളെ കുറിച്ച് പലരും വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെയാ പഠിക്കുന്നതെന്ന് തോന്നിപ്പോവും. സുബ്ഹാനല്ലാഹ്. ഈ മാന്തി മാന്തി മാന്തി, കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമുക്കും പ്രശ്നമാണ്, ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്കും പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈവൻ പണ്ഡിതന്മാരുടെ അടുത്ത് പോലും ഒരു പരിധിയിൽ കൂടുതൽ ചോദിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. അവർ ഫിഖ്ഹി പണ്ഡിതന്മാരാവുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവരുടെ കയ്യിലുണ്ട്. അവരത് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു ഫത്വ തെറ്റിപ്പോയാലും അവർ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഓക്കെ, അവരതിന്റെ ഫിഖിന്റേതായ എല്ലാ റൂളുകളും അപ്ലൈ ചെയ്ത് ആത്മാർത്ഥമായി ശ്രമിച്ച് അവരൊരു ഫത്വയിലെത്തി, ആ ഫത്വ അവരെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഫത്വ തെറ്റിപ്പോവുകയാണെങ്കിൽ അവർക്ക് പ്രതിഫലമുണ്ട്. അവർക്ക് ഒരു പ്രതിഫലം അപ്പോഴും ബാക്കിയുണ്ട്. കറക്റ്റായ 2 പ്രതിഫലം, തെറ്റിയ ഒരു പ്രതിഫലമാണ്. പക്ഷെ നമ്മൾ ഒരു പക്ഷെ ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നമ്മുടെ ജീവിതം പ്രയാസമാക്കുമായിരിക്കും, ആ ഫത്വ കിട്ടി മറ്റുള്ളവരുടെ ജീവിതവും പ്രയാസമാക്കുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ആരോ ഇങ്ങനെ ചോദിച്ചതായിട്ട് നമ്മുടെ ടീച്ചർ ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫുട്ബോൾ വാങ്ങിക്കുമ്പോൾ ഫുട്ബോളിന്റെ പുറത്തുള്ള കവർ ഉണ്ടല്ലോ, അത് മിക്കവാറും ഏതെങ്കിലും, അല്ല കവർ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു തൊലി ആനിമൽ സ്കിൻ ആയിരിക്കില്ല, ഏതെങ്കിലും മൃഗത്തിന്റെ തൊലി ആയിരിക്കും. അത് പന്നിയുടെ സ്കിൻ ആയി കഴിഞ്ഞാൽ ഹെറാമാണോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കണം നമ്മൾ വാങ്ങുമ്പോൾ അല്ലേ. നമ്മളൊരു ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ അത് എന്തിന്റെ സ്കിന്നാണെന്ന് അത് ഉണ്ടാക്കിയ മാനുഫാക്ചർ അടുത്ത് പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് പോലും അറിയണ്ടാവില്ല ഇത് എവിടെ നിന്ന് വന്ന തൊലിയാന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനെ കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി നമ്മളെ മനസ്സിൽ ചിന്ത വരുമ്പോ നമ്മൾ നമ്മളെ അടുത്ത് പറയാ, ഈ ബാക്കി നിങ്ങൾ മുമ്പ് പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ 189 ആയത്തിന് ഇടയ്ക്ക് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിക്കുന്നവരാണോ? എല്ലാ വിരോധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണോ? നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇത്രയും, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അവിടെ നമുക്ക് തഖ്വ എത്തിയിട്ടുണ്ടോ? എന്നിട്ട് അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോവാം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് തന്നെ എത്താൻ നമുക്ക് വർഷങ്ങൾ ഇനിയും വേണം. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഭയങ്കര വീക്കാ. സോ ഇബ്ലീസിന്റെ ഇത്തരത്തിലുള്ള വസ്വസുകളിലൊന്നും നമ്മൾ പെട്ടുപോകണ്ട. ഓക്കെ, നമ്മൾ ദീനിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് റിജക്ട് ചെയ്യുക തന്നെ ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യൂല. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് വേസ്റ്റാ. ശരിക്കും സുബ്ഹാനല്ലാഹ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടുക ആരാന്നറിയോ? ഒരാൾക്ക് ശരിക്കും അവന്റെ ഹൃദയം കൊണ്ട് അവൻ അറിയാം അവൻ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവൻ എന്തോ തെറ്റായ കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതിനെതിരെ അവൻ എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ള കുറ്റബോധം അവന്റെ മനസ്സിൽ ഉണ്ടാവുമ്പോഴാണ് അവൻ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അതിനേക്കാളും വലുതെന്തോ ചെയ്യാന്ന് വിചാരിച്ചു കളയുന്നത്. ഓക്കെ, ശരിക്കും റിയാലിറ്റി ഫേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ റിയാലിറ്റീനെ ഇഗ്നോർ ചെയ്യാനുള്ള ആൾക്കാർ, ആഗ്രഹമുള്ള ആൾക്കാർ, അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാവും എന്തായാലും അല്ലെ, അവർ ശരി ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ചും കൂടെ ബെൽഡ് എന്തെങ്കിലും ചെയ്തിട്ട് വലിയ സംഭവമാക്കി കളയാന്ന് വിചാരിക്കും. ഞാൻ ഒരു സില്ലി ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഒരു പാരന്റ്, ഓക്കെ, വാപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ, അവർക്ക് ആ പാരന്റിനെ അറിയാം അവരുടെ ഒരു പക്ഷെ ജീവിതത്തിലെ തിരക്കുകൾ കാരണം ഞാൻ എന്റെ കുട്ടീനെ ശരിക്കും കെയർ ചെയ്യേണ്ട രീതിയിൽ ഞാൻ കെയർ ചെയ്യുന്നില്ല എന്ന് ആ ഒരു പാരന്റിന്, ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ വാപ്പക്ക് ഉള്ളിൽ ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കുറ്റബോധമാണ് അല്ലെ. എന്തായാലും അതൊരു കുറ്റബോധമാണ്. അപ്പൊ ആ പാരന്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ കുട്ടിക്ക് എത്രയോ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കും, കാണുമ്പോ അല്ലെങ്കിൽ ആ കുട്ടി തിരക്കുള്ള വാപ്പയാണെങ്കിൽ, ഗൾഫിൽ നിന്നാണെങ്കിൽ വരുന്ന വാപ്പയാണെങ്കിൽ വരുമ്പോൾ ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ കുറേ ആ കുട്ടി ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കും, ആ കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കും. എന്തുകൊണ്ടാ? ശരിക്കും ചെയ്യേണ്ട രീതിയിലുള്ള കാര്യം ചെയ്യുന്നില്ല എന്നുള്ള കുറ്റബോധം ഉള്ളിലുള്ളത് കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാണ് അതിനേക്കാളും വലുതെന്തോ ചെയ്തിട്ട്. ഒരിക്കലും നമ്മൾ ആ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സമയത്തിനോ അല്ലെ, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കാരണം അവരെ എല്ലാത്തിനും വഴക്ക് പറയുന്ന ഒരു വാപ്പയാന്ന് വിചാരിക്കുക, അപ്പൊ സ്നേഹം കാണിക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരിക്കലും അതിന് പകരാവില്ല. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളടുത്ത് തന്നെ സത്യസന്ധരായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നമ്മൾ ആദ്യം നമ്മളടുത്ത് സത്യസന്ധരാവണം, എങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് സത്യസന്ധരാവാൻ പറ്റുള്ളൂ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ സത്യസന്ധരാവണം. അപ്പം അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അതിനേക്കാൾ ഓവർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹാ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അതിന്റെ ഒരു ചെറിയ ഇൻട്രോ കാണാം. ഓക്കെ, ഇനി
അടുത്ത ആയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഖിതാൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഖിതാൽ, ഖാഫ് ത ലാം. ഖത്തൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഖത്തൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഖിതാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യണം, യുദ്ധം ചെയ്യുക. അതായത് വാക്കുകൾ കൊണ്ടല്ല, രണ്ടാളുകൾ അല്ലെ വാള് ഊരി അല്ലെങ്കിൽ അവരുടെ എന്ത് ആയുധമാണോ അത് ഉപയോഗിച്ചിട്ട് പരസ്പരം കൊല്ലുക. ആ രീതിയിലുള്ള ഫൈറ്റിനാണ് ഖിതാൽ. ഓക്കെ, ഖിതാൽ എന്ന് പറയുന്നത് നമുക്കറിയാം ജിഹാദിന്റെ ഒരു ഫോം ആണ് അല്ലെ, ഒരു തരം ജിഹാദാണ്. ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? ജുഹദ് എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജുഹദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് പറ്റുന്ന, ഒരു വ്യക്തിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട്. ഒരാൾക്ക് എത്രത്തോളം എഫേർട്ട്, ഓരോ വ്യക്തിക്കും അത് ഡിഫറെന്റ് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഓക്കെ, ഒരു കാര്യത്തില് അയാൾക്ക് എന്തെങ്കിലും ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഇട്ടിട്ട് അതിനു വേണ്ടി ശ്രമിക്കലാണ് എന്ത്? ജുഹദ്. അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ വ്യക്തിയും അയാളെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യലാണ്. കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും ഡിഫറെന്റാ. ഞാൻ ചെയ്യുന്നതാവില്ല ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളാവില്ല, ഞാൻ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാവില്ല നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ദീനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ചില കാര്യങ്ങളുണ്ടാവും. ചിലത് എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് അത് ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമുള്ള കാര്യമുണ്ടാവും, എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ ഓരോരുത്തരുടെ നഫ്സിനും സുബ്ഹാനല്ലാഹ് ഓരോ കാര്യങ്ങളിലും അയാളുടെ അവസ്ഥകൾ ഡിഫറെന്റ് ആണ്, അയാൾക്ക് ഇടാൻ പറ്റുന്ന എഫേർട്ട് ഡിഫറെന്റ് ആണ്. അത് ഒരാൾക്കും അളക്കാൻ പറ്റില്ല, അള്ളാഹ്ക്ക് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. സോ പലപ്പോഴും നമ്മളിങ്ങനെ ബാക്കിയുള്ളവരെ കടിച്ച് നിനക്ക് അത് നീ അത് ചെയ്യാണ്ട്, നിനക്ക് അങ്ങനെ ചെയ്തോളൂ, ഞാൻ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ജിഹാദ് നഫ്സ് ചെയ്യുന്നവരാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായിട്ട് അടുക്കുന്ന എല്ലാവരും ജിഹാദ് നഫ്സ് ചെയ്യുന്നവരാ. ഓരോരുത്തരുടെ ജിഹാദുകൾ, ഓരോരുത്തരുടെ ജുഹദ് അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവനവന്റെ അവസ്ഥയ്ക്കനുസരിച്ച്, അവനവന്റെ എന്താ പറയാ, ഓരോരുത്തർ കാര്യങ്ങൾ വ്യത്യാസമാണ് അല്ലെ. ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഒരു കാര്യം മറ്റേ ആൾ വളരെ അനായാസം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾക്ക് ഒരു പക്ഷെ ആ കാര്യത്തിൽ ജുഹദ് ചെയ്യേണ്ടി വരില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിൽ ഓരോരുത്തരും അവനവന്റെ അവസ്ഥയ്ക്കനുസരിച്ച്, അവനവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ത് കാര്യത്തിലാണോ എത്തേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ നിന്നാണോ മാറി നിൽക്കേണ്ടത്, അതിനു വേണ്ടി മാക്സിമം എഫേർട്ട് ഇടലാണ് ജുഹദ്. ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിലിപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരും, ഇപ്പം ഒരു ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം, ഓക്കെ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ വരാന്ന് വെച്ചോ. അപ്പം ആൾക്കാർ എന്താ ചെയ്യാ? എന്താക്കാനല്ലേ, നമ്മളെയൊക്കെ ജീവിതം നശിച്ചു, ഇനിയിപ്പോ പോട്ടെ, എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ വെറുതെ ഇരിക്കുവോ? അതോ അങ്ങനെ വെറുതെ ഇരുന്നാൽ നമ്മൾ എന്താ പറയാ? ഫെയിലേഴ്സ് ആണല്ലേ, അവര് തോൽവിയാണ്, ലോക തോൽവിയാന്ന് പറയുന്നത് നമ്മള്. സുബ്ഹാനല്ലാഹ്. അതോ എന്താ നമുക്ക് ശരിക്കും കേരളം മാതൃകയായിട്ടുള്ള ഒരു സമയമാണ് അല്ലെ, വെള്ളപ്പൊക്കത്തിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? മാക്സിമം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നോക്കൂലേ. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ മാക്സിമം എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്ത് അല്ലെ, ഓർഗനൈസ് ചെയ്ത് ഓരോരുത്തർക്കും എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിച്ച്, ഏതൊക്കെ സഹായം വേണ്ട ആൾക്കാർക്ക് എന്തൊക്കെ രീതിയിൽ, ചിലപ്പം അവരുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇല്ല ബാക്കിയുള്ളവരെ വെച്ച് അവർക്ക് എന്ത് സഹായം കൊടുക്കാൻ പറ്റുമോ ആ സഹായം കൊടുത്ത് അല്ലെ, രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് അവരുടെ ജീവിതം പഴയ പോലെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി, പഴയ അവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യണ്ടെന്ന് വെറുതെ കുത്തിരിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ജിഹാദ് എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും ആ ഒരു വ്യക്തിക്ക് ഓരോരുത്തർക്കും പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട്, അവൻ എന്തൊരു കാര്യം നേടാനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനാണെങ്കിലും ഏതൊരു ഉപദ്രവം തടയാനാണെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഇടുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ദീനിലേക്ക് വരുമ്പം ജിഹാദ് എന്ന് പറയുമ്പം ഓരോ വ്യക്തിയും അവന്റെ ബെസ്റ്റ് ഇടുക. എന്തെല്ലാം കാര്യങ്ങളിലാണ്? ഒന്ന്, അവന്റെ ദീൻ അവന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവൻ ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ശരികളും തെറ്റുകളും ഉണ്ടാവും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ചെയ്യാനും വിരോധിച്ച കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനും അതിന്റെ മേലെ സുന്നത്തുകൾ അപ്ലൈ ചെയ്യാനും ഒക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ട്, അവന്റെ ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം എഫേർട്ട് ഇടുക. മൂന്ന്, അവന്റെ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വെച്ചാൽ ദീൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് വേറെയാണ്, മൂന്നാമത്തെ വേറെയാണ്. രണ്ടാമത്തത് അതിനെ സപ്പോർട്ട് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ദീനിനെ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രയാസമുണ്ട്, നമ്മുടെ ദീനിനെ സർവൈവ് ചെയ്യാൻ ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ദീനിന് കുറെ എതിർപ്പുകൾ ഉണ്ടെന്ന് വരുമ്പോൾ അവിടെ നമ്മളെ ദീനിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്. മൂന്നാമത്തത് ദീനിലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിലുള്ള ജിഹാദ് ആണ് എന്ത്?
നമ്മളുടെ ദീനിന്റെ ടേംസിൽ വരുമ്പോൾ ജിഹാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം നോക്കാം, ദീൻ നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പം ഹജ്ജ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അല്ലെ. ഹജ്ജിന് പോയവർ ഇവിടെ ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പൈസ ചെലവഴിക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെ, നമ്മുടെ ജോലിയിൽ നിന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ സമയം തന്നെ ഒരു 10 ദിവസം 40 ദിവസം ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത്രയും ദിവസം മാറി നിന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് പോകണം. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലെ, പെട്ടെന്ന് അവിടെ ചെന്നുമ്പോൾ പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന, പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന, പലതരത്തിലുള്ള ആളുകളിൽ ഒരുപക്ഷെ നമസ്കാരങ്ങൾ പോലും പലതരത്തിൽ നിർവഹിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് കാണാം. അവരവിടെ ചെന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പോലും പലതരത്തിലുള്ളതായിട്ട് കാണാം അല്ലെ. ചിലപ്പോൾ നമ്മൾ വലിയ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടാവും, ആൾക്കാരൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ക്യൂ നിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളൊന്ന് ശ്വാസം എടുത്ത് തിരിയുമ്പോഴേക്ക് ക്യൂ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആൾക്കാർ തള്ളി കയറുന്നുണ്ടാവും അല്ലെ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ട്രാഫിക്കിൽ 10-12 മണിക്കൂർ കുടുങ്ങാം. ചിലപ്പോൾ ലഞ്ചാണ്, ഇപ്പൊ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗ്രൂപ്പിന്റെ ഓർഗനൈസർ എവിടെയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് മീനായിൽ എന്തോ കുടുങ്ങി നിൽക്കുകയാണ്, ഭക്ഷണം എത്താൻ 5-6 മണിക്കൂർ കഴിയും നമ്മൾ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ നോമ്പില്ലല്ലോ, എനിക്ക് ഭക്ഷണം വേണമല്ലോ, കിട്ടൂല, നമുക്ക് കിട്ടാൻ മാർഗ്ഗമില്ല അല്ലെ. ത്വാഫുകളൊക്കെ സാധാരണത്തെക്കാൾ ഒരുപാട് സമയം അധികം എടുക്കുന്ന സാഹചര്യങ്ങൾ, സഅയ്കൾ സുബ്ഹാനല്ലാഹ്, ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്ടി വരും. നോമ്പ് അല്ലെ, നോമ്പ് എന്താണ്, ഒരു ജിഹാദ് തന്നെയാണ് സുബ്ഹാനല്ലാഹ്. നമ്മുടെ സാധാരണ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് നോമ്പെന്ന് പറയുന്നത് അല്ലെ. നോമ്പിന്റെ ഉള്ള ഇബാദത്തുകൾ സുബ്ഹാനല്ലാഹ്, രാത്രികളിലുള്ള ഉറക്കമൊഴിച്ചില് ജിഹാദാണ് സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ ദീനിനെ നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യൽ അല്ലെ. അതുകൊണ്ടാണ് ജിഹാദ് ബിൻ നഫ്സ് നമ്മൾ പറയുന്നത്. നമ്മുടെ നഫ്സിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യാണ്. നമ്മളുടെ നഫ്സിന് ഒരുപാട് ഇച്ഛകളുണ്ട് അല്ലെ. പലപ്പോഴും നമ്മളുടെ ദീൻ നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ നടുവിൽ തടസ്സമായിട്ട് നമ്മുടെ ഇച്ഛകൾ വരും. അപ്പൊ അതിനോട് ജിഹാദ് ചെയ്യല്, നമ്മളെ കഴിവിന്റെ ബെസ്റ്റ് എഫേർട്ട് നമ്മൾ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടല്ലേ. ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ദീനിൽ ശരികൾ അപ്ലൈ ചെയ്യലും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലും. അപ്പം അതാണ് ജിഹാദിന്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ദീനില് ജിഹാദിന്റെ ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ദീനിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദീനിനെ എന്താ പറയാ ഡിഫെൻഡ് ചെയ്യുക. അതായത് ഒരാളെ എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദീനിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണ്ട അല്ലെ. ആ ഒരു എതിർപ്പിൽ നിന്ന് നമ്മളെ ദീനിനെ സംരക്ഷിക്കേണ്ട ഒരു ജിഹാദ് ഉണ്ട് സുബ്ഹാനല്ലാഹ്. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളെ ദീനിനെ കുറിച്ച് ആരെങ്കിലും വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ആൾക്കാർ എന്തെങ്കിലും ദീനിനെ കുറിച്ച് പറഞ്ഞു നടന്നാല് നമുക്ക് പോയി അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ പറ്റുമോ? പറ്റൂല അല്ലെ. നമുക്ക് അതിന് തെളിവുകൾ വേണം, അതിന് പഠനങ്ങൾ നടത്തണം. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള നമുക്ക് അതിനുള്ള ഒരു പവർ വേണം അല്ലെ. ഇപ്പൊ നമ്മളെ പോലെ വീട്ടിനകത്തുള്ള ആൾക്കാരെ ആരെങ്കിലും റോട്ടിൽ ചെന്ന് മൈക്കിൽ പിടിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കൂല. അതിന് അറിവുള്ള ആളുകളായിരിക്കണം, പണ്ഡിതന്മാരായിരിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ദീനിനെ കുറിച്ചുള്ള ഈ ഒരു തെറ്റിദ്ധാരണ, നാട്ടിൽ മുഴുവൻ നടക്കുന്ന ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും സുബ്ഹാനല്ലാഹ് ഒരുപാട് പണ്ഡിതന്മാര്, നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും ഒരുപാട് പണ്ഡിതന്മാർ ഇതുപോലെ ദീനിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും മാറ്റാൻ വേണ്ടി അവരുടേതായ എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ട് അല്ലെ. അവർ ആ ദീൻ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് എത്രമാത്രം എഫേർട്ട് ഇട്ട ആൾക്കാരാണ്. അവരൊക്കെ പഠിക്കുന്ന ആ ഒരു കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാലേ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചിട്ടായിരിക്കും അവർ വർഷങ്ങളോളം പല സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് പഠിക്കുന്നതിന്റെ പ്രയാസം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടെങ്കിലും ഇപ്പൊ നമ്മളെ മക്കളൊക്കെ മാഷാഅല്ലാഹ് ഇവിടെ പലരുടെ മക്കളുകൾ ഹാഫിളുകളും ആണ് അല്ലെ. അവർ ആ ഖുർആൻ റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്താണ്, എത്ര മാത്രമാണ് അവരത് റിവിഷൻ ചെയ്ത് ഇനി ചിലപ്പോൾ അതിന്റെ കൂടെ വേറെ പല ഹലക്കകളും ഉണ്ടാവും അല്ലെ. തജ്വീദ് ഉണ്ടാവും, തഹ്ഫീദ് ഉണ്ടാവും, ഹദീസ് ഉണ്ടാവും. അതൊക്കെ ചിലപ്പം ഫജ്ർ മുതൽ ദുഹ്ർ വരെ അവർക്ക് ക്ലാസ്സുകളായിരിക്കും. അത്ര എളുപ്പമൊന്നല്ല ഇതില്ലേ. എന്തിനു വേണ്ടിയാ? ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീനിനെതിരെ ഒരാൾ തിരിയുമ്പം ഇല്ല ഇത് ഇന്നതാണ് ശരി എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട് എന്താ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് വൈജ്ഞാനികമായിട്ട്, ഇനി ഫിസിക്കലായിട്ട് ആരെങ്കിലും ദീനിന് എതിരെ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ വരാന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ആരെങ്കിലും വാളും കൊണ്ടുവരുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? തീർന്നു പോകൂലേ നമ്മളെ കാര്യം. സുബ്ഹാനല്ലാഹ്. അപ്പം ആ രീതിയിൽ ഫിസിക്കലായിട്ട് ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഫൈറ്റ് മോഡിലുള്ള സപ്പോർട്ട് നമ്മൾ ദീനിന് ഒരു പക്ഷേ ചെയ്യേണ്ടി വരും. അതിന്റെ അർത്ഥം നമ്മൾ ഒരു ഗൺ എടുത്തിട്ട് ഇങ്ങനെ ആരെങ്കിലും ദീനിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഓരോ ഷൂട്ട് ചെയ്യാന്നുള്ളതല്ല കേട്ടോ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിഫെൻഡ് ചെയ്യലാണ് ജിഹാദ്. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്.
അപ്പം രണ്ടാമത്തത് നമ്മൾ ദീനിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദീനിനെ സംരക്ഷിക്കുക, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ജിഹാദ്. ഈ മൂന്നാമത്തത് ദീനിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ ദീൻ കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാന്ന്. സുബ്ഹാനല്ലാഹ്, ദീൻ അറിയാത്ത ആളുകളിലേക്ക്, ദീൻ അറിയാത്ത നാടുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാന്നുള്ള ഒരു ജിഹാദ് ഉണ്ട്. അതിനും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ക്രിസ്ത്യൻ മിഷണറീസ്, സുബ്ഹാനല്ലാഹ്, അവരവരുടെ വീടുകൾ വിട്ട്, ഒരുപക്ഷെ രാജ്യങ്ങൾ തന്നെ വിട്ട്, അവരുടെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കി ആഫ്രിക്കയിലെയും അവിടെയും എവിടേക്കുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവരുടെ ഭാഷ പഠിപ്പിച്ചിട്ട് അവരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവർ അവരുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും അല്ലെ. ക്രിസ്ത്യൻ മിഷണറിമാര്, സുബ്ഹാനല്ലാഹ്, വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ കംഫർട്ട് ഒന്നും വിട്ടിട്ട് ഒരു പ്രചാരണത്തിനും നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെ. ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ്. നമ്മളെ അടുത്തുള്ള വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരുടെങ്കിലും ദീൻ പ്രചരിപ്പിക്കുമ്പോൾ അവര് തിരിച്ചൊന്ന് മുഖം കറുപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ കൂടെ കഴിഞ്ഞ് നമ്മളെ ദീൻ പ്രചാരണം അവിടെ നിന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചുറ്റുപാടുമുള്ള പണ്ഡിതന്മാര് സുബ്ഹാനല്ലാഹ് രാവും പകലും ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ദീനിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ എത്ര എത്ര അറ്റാക്കുകൾ ദിവസം വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അറിയാം, ആ പണ്ഡിതനെതിരെ ഇവർ ഇത് പറഞ്ഞു, ഈ പണ്ഡിതന് ഒരുപക്ഷെ ദീനിനകത്തുനിന്ന് തന്നെ സുബ്ഹാനല്ലാഹ് അവർക്ക് പലതും കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് അല്ലെ, ദീനിന് വേണ്ടിയിട്ട്, ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ദീനിലെ തെറ്റിദ്ധാരണകളെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ജിഹാദ് എന്ന് പറയുന്നത് ഒരൊറ്റ ടൈപ്പ് ഒന്നും അല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അത്രയും പറഞ്ഞത്. ഓക്കെ, പൊതുവെ നമുക്ക് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ യുദ്ധം മാത്രമാണ്, അല്ലോ നമുക്ക് ജിഹാദ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ ഖിതാൽ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജിഹാദ് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അപ്പം ഈ ഒരു ആയത്തിൽ നമുക്ക് ഖിതാലിനെ കുറിച്ച് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ദീൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ജിഹാദിന്റെ ഒരു ഭാഗമാണ്. കാരണം ഈ ഖിതാൽ എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആളുകൾ നമ്മളുടെ നേരെ വാളോങ്ങി വരുന്ന സാഹചര്യം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻകടന്നു പോയ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കളും താബീങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തിൽ എത്രമാത്രം സഹിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പം അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നും കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ജസ്റ്റ് വാക്കർത്തോ ട്രാൻസ്ലേഷൻ മാത്രം പറഞ്ഞു പോവാം. ബാക്കി നമുക്ക് ഈ ആയത്തുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ നാളെ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. 190 ആയത്ത്, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക, എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. വഖാതിലു ഖാഫ്താലാം, നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ. നിങ്ങൾ ഒരു ഗ്രൂപ്പിനോടുള്ള പ്ലൂറൽ ആയിട്ടുള്ള കൽപ്പനയാണ്. ഓക്കെ, ഒരാളോടുള്ളതല്ല, നിങ്ങൾ എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. സീൻ ബ ലാം. അല്ലദീന, യാതൊരുത്തരോട്, യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ. ഖാഫ്ത ലാം, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ. വലാ തഅതദു, ഐൻ ദാൽ വാവ്, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ മുഅ്തദീൻ, അതിക്രമം പ്രവർത്തിക്കുന്നവരെ. ഐൻ ദാൽ വാവ്. ഇൻഷാ അല്ലാഹ് തഫ്സീർ നമുക്ക് ഇതിൻ്റെ നാളെ നോക്കാം. ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദീനിന്റെ കാര്യത്തിൽ തഖ്വ എന്താണെന്ന് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. സുബ്ഹാനല്ലാഹ് അല്ലെ. അതുപോലെ നമ്മളിപ്പം ഇന്ന് ഖമറിനെ കുറിച്ച് അല്ലെ ഹിലാലിനെ കുറിച്ച് മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള ഒരു ഹിക്മത്താണ് അതിന്റെ പിന്നിൽ എന്നല്ലേ. ഇതുപോലെ നമ്മളുടെ ദീനിൽ ഇനിയും എത്രയോ എത്രയോ ഹിഡൻ ആയിട്ടുള്ള ബ്യൂട്ടീസ് ഖുർആനിൽ ഓരോ വാക്കിലും ഓരോ ആയത്തിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദീനിനോടുള്ള ഇഷ്ടം കൂടുകയും അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള അടുപ്പം കൂടുകയും നമ്മുടെ അമലുകൾ കൂടുതൽ ഭംഗിയാക്കാനുള്ള എളുപ്പം കിട്ടാറുണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഇതുപോലെ ഇനിയും ഒരുപാട് മുത്തുകളും പവിഴങ്ങളും ഖുർആനിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള തൗഫീഖ്, അത് കാണാനും അറിയാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകട്ടെ. അതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞ രീതിയിൽ തഖ്വയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യും, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമൂഹമായിട്ട്, ഏറ്റവും നല്ല ഒരു ഖൗമായിട്ട്, അതിന് മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന, അതായത്
അള്ളാഹുവിന്റെ തഖ്വ എടുത്തു പറഞ്ഞ് മറ്റുള്ളവർക്ക് ദീൻ പ്രയാസം, നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ, നീ അത് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാളും അവർക്ക് ദീൻ പ്രാക്ടീസ് ചെയ്യുന്നത് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന ആ ഹിക്മത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിലേക്ക് ഓരോ ദിവസം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എളുപ്പമാണ് അവരെ ഒറ്റ ദിവസം കൊണ്ട് ജഡ്ജ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്, ഇതാണ് ദീൻ എന്ന് പറഞ്ഞ പ്രയാസം നിങ്ങൾ എന്താക്കുക, എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക ദീനില്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഡ്യൂട്ടിയാണ് പഠിപ്പിക്കുക എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ശരി പറഞ്ഞു കൊടുക്കണം, ഒക്കെ ശരി തന്നെ. പക്ഷെ അത് ആളുകൾക്ക് പ്രയാസമുള്ളതാക്കി ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ ബേജാറാക്കുന്ന രീതിയിൽ നിങ്ങൾ ദീൻ പ്രചരിപ്പിക്കാതിരിക്കുക. ചേർത്ത് പിടിക്കുക, സ്നേഹം കൊടുക്കുക, ബന്ധം ഉണ്ടാക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ നല്ല എളുപ്പമുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് എത്ര എളുപ്പമുണ്ടല്ലേ സുബ്ഹാനല്ലാഹ് ദീൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയുള്ള എളുപ്പം നമ്മൾ മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെയുള്ള ഹിക്മത്തുകൾ നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അതുപോലെ പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് തട്ടെ. തഖ്വയായിട്ട് ഉൾക്കൊള്ളാനും അതിനപ്പുറത്തേക്ക് വേറെന്തോ ഉണ്ടാക്കിയിട്ട് ദീനിനെ പ്രയാസമാക്കി തീർക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീനിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഉത്തമനായ സമുദായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മളുടെ മുൻ തലമുറകൾ അവരറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു അവരറിവില്ലെങ്കിലും ഒരുപാട് അമലുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് റബ്ബേ. അവരിൽ നിന്നുള്ള അമലുകളെല്ലാം അള്ളാഹുവേ നീ പൂർണ്ണമായ തൃപ്തിയോടുകൂടി സ്വീകരിച്ച് അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരുന്ന തലമുറകളെയും റബ്ബേ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങൾ ശരിക്കും അശക്തരാണ്. നമ്മൾ നീ എത്രയോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, എത്രയോ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളാനുള്ള നമ്മൾ അതിനൊന്നും ആയിട്ടില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് ആ കഴിവ് താ റബ്ബേ, മനസ്സിലാക്കാൻ നിന്റെ ദീനിനെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു മാപ്പാക്കി താ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന അപാകതകളെ, ഞങ്ങളുടെ അമലുകളിൽ നിന്ന് വന്നു പോകുന്ന അപാകതകളെ നികത്തി നീ പരിപൂർണമായ തൃപ്തിയോടുകൂടി അത് സ്വീകരിക്കുക റബ്ബേ. ആമീൻ ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.